ഭാരതി എയർടെൽ. ഇത് ബെയറിഷ് മർബസും അല്ല. കാരണം എന്ന് വെച്ചാല് ഓക്കെ, ബെയറിഷ് മർബസും ആവണമെങ്കിൽ നമ്മൾ താഴെയാണ് നോക്കേണ്ടത്. താഴെ വിക്ക് ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ചെറിയ വിക്കായിരിക്കണം. ഇതിപ്പോ മുകളിൽ വിക്ക് ഇല്ല, കറക്റ്റ് ആണ്. പക്ഷെ എന്നാലും നമുക്ക് ബെയറിഷ് മർബസും ആണെങ്കിൽ താഴെയാണ് നോക്കേണ്ടത്, ബുള്ളിഷ് മർബസും ആണെങ്കിൽ മുകളിലാണ് നോക്കേണ്ടത്. വേറെ ആർക്കെങ്കിലും കിട്ടിയോ? കിട്ടിയെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം. ആക്സിസ് ബാങ്ക് ഓക്കെ അല്ലേ? ഏതാ? ആക്സിസ് ബാങ്ക്. ആക്സിസ് ബാങ്കോ? ആക്സിസ് ബാങ്ക് കുഴപ്പമില്ല. പഞ്ചാബ് നാഷണൽ ബാങ്ക്. നമ്മൾ ഓപ്പണിംഗ് എല്ലാവരും എടുക്കേണ്ടത് നെക്സ്റ്റ് ഇതല്ലേ എടുക്കേണ്ടത്, ക്യാൻഡിലല്ലേ എടുക്കേണ്ടത്? സൺഫാർമ ഉണ്ടാവും. നോക്കട്ടെ. നമ്മൾ ആദ്യത്തെ 15 മിനിറ്റിന്റെ ക്യാൻഡിലിന് ഏഷ്യർ മോട്ടോഴ്സ് ഫോർ എക്സാമ്പിൾ, പക്ഷെ അത് കുറച്ച് കോസ്റ്റ്ലി ആണ്, നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ആദ്യത്തെ 15 മിനിറ്റിന്റെ ക്യാൻഡിലിനെ പിന്നത്തെ 3 മിനിറ്റിന്റെ ക്യാൻഡിൽ ക്രോസ് ചെയ്യണം അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആക്സിസ് ബാങ്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഏതൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് റെഡ് ലിസ്റ്റിൽ ഇട്ട് വെക്കാം. ആക്സിസ് ബാങ്ക് ബുള്ളിഷ് മർബസും ആണ്, മുകളിലെ വിക്ക് വളരെ ചെറുതാണ്. പിന്നെ സൺഫാർമ ടൈറ്റാൻ ഉണ്ട് അല്ലെ? നോക്കാം. സൺഫാർമ ബെയറിഷ് മർബസും ആണ്, സൺഫാർമ ഓക്കെയാണ്, ബെയറിഷ് ആണ്. ഇനി ടൈറ്റാൻ ഓക്കെയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് കൂടുതൽ സ്റ്റോക്സുകൾ കുറവ് സമയത്തിനുള്ളിൽ കണ്ടുപിടിക്കേണ്ട വരും. ഓക്കെ, ഇപ്പൊ നമുക്ക് തൽക്കാലം ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുള്ളിഷ് ആയാലും ബെയറിഷ് ആയാലും ഒന്നും കുഴപ്പമില്ല, നമുക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിൽ ട്രേഡ് എടുക്കാം. ഇനി പതുക്കെ കുറച്ച് റൂൾസും കൂടിയും എക്സ്ട്രാ വരും. അപ്പൊ നമുക്കൊരു 5-6 എണ്ണം കണ്ടുപിടിച്ചാൽ അതിൽ ഏറ്റവും ബെസ്റ്റ് നോക്കി നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് തൽക്കാലം ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. പിന്നെ ആർക്കെങ്കിലും കിട്ടിയോ? പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഓക്കെ, സിമ്പിൾ. പഞ്ചാബ് നാഷണൽ ബാങ്ക് കുഴപ്പമില്ല, ബെയറിഷ് മർബസും ആണ്. മാരുതി. ബജാജ് ഫിൻസർവ് അല്ലെ? മിനിറ്റ്. മാരുതി ഓക്കെയാണ്, മാരുതി കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ബോഡിയുടെ 5-1 താഴെ ആയിരിക്കണം താഴെ വിക്ക്. ഇത് ഒന്ന് അളന്ന് നോക്കേണ്ടതുണ്ട്. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അളന്ന് നോക്കാം. ബോഡി അപ്രോക്സിമേറ്റ്ലി ഒരു 320 രൂപയുണ്ട്. അപ്പോ ഏകദേശം ഒരു 60 രൂപ താഴെ ആയിരിക്കണം ലോവർ വിക്ക്. 65, ഓൾമോസ്റ്റ് ഇതിൽ കൂടാൻ പാടില്ല, മാക്സിമം ആണ്. ഓക്കെ, പിന്നെ ഏതാ പറഞ്ഞത്? മഹേന്ദ്ര ഭയങ്കര ലോങ്. ഏതാണ്? ബജാജ് ഫിൻസർവ്. മഹേന്ദ്ര മിസ്റ്റേക്ക് ആണ്. മഹേന്ദ്ര താഴെ വിൽക്കുന്നുണ്ട്. നമുക്ക് മുകളിലല്ല നോക്കേണ്ടത്, താഴെയാണ് നോക്കേണ്ടത്. ബജാജ് ഫിൻസർവ് നോക്കാം. ബജാജ് ഫിൻസർവ് അല്ല, ബജാജ് ഫിൻസർവ് മിസ്റ്റേക്ക് ആണ്. കണ്ടോ, ഇത് ബോഡിയുടെ 5-1 താഴെയല്ല. അപ്പൊ സംശയം ഉണ്ടെങ്കിൽ നമുക്കത് അളന്ന് നോക്കാം. കണ്ടാൽ തന്നെ അറിയാവുന്നേ ഉള്ളൂ അല്ലെ? ബോഡി 26 രൂപ, അപ്പോ വിക്ക് ഏകദേശം 5 രൂപയിലും താഴെ ആയിരിക്കണം, അല്ലെങ്കിൽ 6 രൂപയിലും താഴെ ആയിരിക്കണം. 13 രൂപയുണ്ട്. ഇത് കൂട്ടാൻ പറ്റില്ല.
അപ്പൊ നമുക്കിപ്പോ കുറച്ചെണ്ണം കിട്ടിയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും നമുക്ക് എടുക്കാൻ നോക്കാം. ഏതാണ്ട് ഒരു ഐഡിയ മനസ്സിലായല്ലോ. സൺ ഫാർമ, ബാരിഷ. സർ ഒരു കാര്യം, ആ പറഞ്ഞോ. അതായത് നിങ്ങളെ സ്ക്രീനിൽ കാണിക്കുന്നത് ഇവിടെ എന്റെ ഇതിൽ കാണിക്കുന്നത് നിങ്ങൾ ട്രേഡിംഗ് വ്യൂ തന്നെയല്ലേ എടുത്തേക്കുന്നേ? ആ ട്രേഡിംഗ് വ്യൂ തന്നെയാണ്. അല്ലാതെ നിങ്ങളുടെ ബ്രോക്കറുടെ ആപ്പിന്റെ 15 ഉള്ളിലെ ട്രേഡിംഗ് വ്യൂ മിനിറ്റ്സിന്റെ അല്ലല്ലോ. ആണ്. എന്താണ് 15 ബ്രോക്കറുടെ മിനിറ്റ്സിന്റെ ടൈം ഇതിൽ തന്നെയാണ് ചെയ്തത്. ഏതാണ് വ്യത്യാസം കാണിക്കുന്നത്? ഒരു എക്സാമ്പിൾ പറയാമോ? മീൻസ് എക്സാക്ട്ലി ഓൾ ദ കാൻഡിൽസ് മുഴുവൻ എനിക്ക് സെപ്പറേറ്റ് വേറെ രീതിയിലാണ് കാണിക്കുന്നത്. വേറെ രീതിയിലാണ് കാണിക്കുന്നത് അല്ലെ? ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്ന സ്കാൻഡേ അല്ല ഇവിടെ ഉള്ളത്. സ്ക്രീനിൽ കാണിക്കുന്ന പോലെയല്ല കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ സൺഫാം എങ്ങനെയാണ് കാണിക്കുന്നത്? സൺഫാം ആക്ച്വലി സെല്ലും ബൈ അതൊക്കെ കറക്റ്റ് ആണ്, പക്ഷെ കാൻഡിൽ ഡിഫറെന്റ് ആണ്. എന്താണ് ഡിഫറെന്റ് എന്നുള്ളത്? 15 മിനിറ്റിന്റെ ടൈം ഫ്രെയിം തന്നെയാണെന്ന് ഉറപ്പല്ലേ? 15 മിനിറ്റിന്റെ ടൈം ഫ്രെയിം ഇപ്പൊ ഇതിൽ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന കാൻഡില് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് റെഡിലാണ്. മീൻസ് എൻഡ് ചെയ്തിരിക്കുന്ന ഗ്രീൻ റെഡ് ആൻഡ് അഗെയിൻ റെഡ് ആണ് കാണിക്കുന്നത്. എനിക്ക് മൊത്തം റെഡ് ആണ് കാണിക്കുന്നത്. ഈ കാൻഡിൽസുകളെല്ലാം റെഡ് ആണോ കാണിക്കുന്നത്? എല്ലാം റെഡ് ആണ്. ഓക്കെ. അത് ചാർട്ട് ടൈപ്പ് മാറി കിടക്കുന്നുണ്ടാവും. കണ്ടോ, ഇവിടെ ചാർട്ട് ടൈപ്പ് ഹൈക്കനാഷിയാണോ കിടക്കുന്നത്? അത് മാറ്റി കാൻഡിൽ സ്റ്റിക്ക് ആക്കണം. ഹൈക്കനാഷി ആണെങ്കിൽ എല്ലാം റെഡ് ആയിരിക്കും കാണിക്കുക. ഇതുപോലെയാണോ കാണിക്കുന്നത്? ഒരു മിനിറ്റ്. ഓക്കെ ഫൈൻ, താങ്ക് യു. ഓക്കെ. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, ഇതിനുള്ളിൽ പലതരം ചാർട്ടുകൾ ഉണ്ട്. അപ്പൊ ഡീഫോൾട്ട് ആയിട്ട് കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് ആയിരിക്കും കാണിക്കുക. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ റെഡ് കാൻഡിൽസ് കാണിക്കുകയാണെങ്കിൽ മിക്കതും അത് ഹൈക്കനാഷി ചാർട്ടായിട്ട് മാറി കിടക്കുന്നുണ്ടാവും. അത് മാനുവലി പോയിട്ട് കാൻഡിൽ സ്റ്റിക്കിലേക്ക് സ്വിച്ച് ചെയ്യാം. ഓക്കെ. സൺ ഫാർമ, ടൈറ്റൻ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, മാരുതി. ഓക്കെ. ഇതെല്ലാം ഓൾമോസ്റ്റ് നമ്മളുടെ ആ റൂൾസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നതാണ് അല്ലെ? ഓക്കെ. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 15 മിനിറ്റിന്റെ ക്യാൻഡിലില് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് ചെയ്യാൻ നോക്കണം. ലൈവായിട്ട് ആദ്യം തന്നെ കട്ടാവണത് നോക്കി ചെയ്യാൻ നോക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ 15 മിനിറ്റിന്റെ ക്യാൻഡിലിലെ ഓപ്പൺ പ്രൈസ് നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുക. ഹൊറിസോണ്ടൽ ലൈൻ നമുക്ക് ഈ രണ്ടാമത്തെ സെക്ഷനിൽ ഇവിടെ കിട്ടും. Alt+H ആണ് അതിന്റെ ഷോർട്ട് കട്ട്. അപ്പൊ ഞാൻ ഇവിടെ മൗസ് കൊണ്ട് വെച്ചിട്ട് Alt+H അടിച്ചപ്പോൾ ഒരു ബ്ലാക്ക് ലൈൻ വന്നു. അത് നമ്മൾ ഇവിടെ റെഡ് ലൈനായിട്ട് മാറ്റി കളർ അല്ലെ? അപ്പൊ ഈ ലൈനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ആ സെറ്റിങ്സ് വരുള്ളൂ. ലൈനിന്റെ പുറത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സ് കാണില്ല. അപ്പൊ വീണ്ടും വരണമെങ്കിൽ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിന്റെ സെറ്റിങ്സ് എന്ന് പറയുന്നത് ഇതാണ്, കണ്ടോ? അപ്പൊ ഇതിൽ ഫസ്റ്റ് തന്നെ കളർ ഉണ്ടായിരിക്കും, നമ്മൾ റെഡ് ആക്കി. ഇനി അടുത്തത് ഇതിന്റെ ക്ലോസ് പ്രൈസ്, ഈ കാൻഡിലിന്റെ ക്ലോസ് പ്രൈസ് നമ്മളൊരു ബ്ലൂ കളറിൽ മാർക്ക് ചെയ്യാണ്. അപ്പൊ മുമ്പ് ഏത് കളർ എടുത്താൽ അത് വരിക, അത് മാറ്റിയിട്ട് ബ്ലൂ. ഓക്കെ. ഇനിയാണ് നമ്മൾ 15 മിനിറ്റിൽ നിന്ന് 3 മിനിറ്റിലേക്ക് പോകേണ്ടത്. അപ്പൊ 3 മിനിറ്റ്സിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി മാത്രം ചെയ്യുന്നവർ 15 മിനിറ്റും 3 മിനിറ്റും മാത്രം ഫേവറേറ്റിൽ ആഡ് ചെയ്താൽ അത് ഇവിടെ കാണിക്കും. ഓക്കെ. അപ്പൊ 3 മിനിറ്റിലേക്ക് പോകണം. 3 മിനിറ്റിലേക്ക് പോയിട്ട് അടുത്തൊരു ക്യാൻഡിൽ ഇതിന്റെ മേലെ ക്ലോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബൈ ചെയ്യേണ്ടത് അല്ലെ? ഒരു ക്യാൻഡിൽ ഇതിന്റെ മേലെ ക്ലോസ് ചെയ്യണം. അപ്പൊ നമുക്ക് അത് ഉടനെ കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ കുറച്ച് നേരം എടുത്തേക്കാം, ചിലപ്പോൾ ഉടനെ തന്നെ കട്ടായേക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ ട്രേഡിംഗ് വ്യൂവിന്റെ ഒരു അലേർട്ട് അതിനു വേണ്ടി യൂസ് ചെയ്യാം. അപ്പൊ ട്രേഡിംഗ് വ്യൂവിന്റെ ഓപ്ഷൻസിൽ ടോപ്പിൽ ഇവിടെ അലേർട്ട് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അതിന്റെ ഷോർട്ട് കട്ടാണ് Alt+A. ഇപ്പൊ നമ്മൾ മൗസ് എവിടെയാണോ കൊണ്ടുവച്ചേക്കുന്നത് അവിടെ Alt+A അമർത്തി കഴിഞ്ഞാൽ ഒരു അലേർട്ട് വരും അല്ലെ? ആ പ്രൈസ് തന്നെയാണ് ഇവിടെ കാണിക്കുക. ക്രിയേറ്റ് കൊടുത്താൽ ആ അലേർട്ട് അവിടെ കാണാൻ പറ്റും. കണ്ടോ, ഒരു ഡോട്ടഡ് ലൈൻ. അപ്പൊ ഞാൻ എൻ്റെ മൗസ് ഇവിടെയാണ് വെച്ചിരുന്നത്. അപ്പൊ അത് നമുക്ക് ഈ ബ്ലൂ ലൈനിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് വെച്ചാലും മതി, അല്ലെങ്കിൽ ആ ബ്ലൂ ലൈനിൽ അവിടെ മൗസ് വെച്ചിട്ട് Alt+A അടിച്ചാലും മതി. ഇപ്പൊ ഇവിടെ വെച്ചിട്ട് Alt+A അടിച്ചാലും മതി. കുറച്ച് മാറ്റി വെച്ചിട്ട് Alt+A അടിച്ചിട്ട് അത് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവയ്ക്കാം. അപ്പൊ ഇതേ ട്രേഡിംഗ് വ്യൂ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ
ഇതേ മെയിൽ ഐ ഡിന്ന് തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അലേർട്ട് വെച്ചാൽ നിങ്ങളുടെ മൊബൈലിൽ ബെല്ലടിക്കും. മൊബൈലിൽ ബെല്ലടിക്കണമെങ്കിൽ മൊബൈലിന്റെ നോട്ടിഫിക്കേഷൻ സെറ്റിങ്സുകൾ കറക്റ്റ് ആയിരിക്കണം. അപ്പൊ മൊബൈലിന്റെ ആൻഡ്രോയിഡിലാണെങ്കിൽ ആ മൊബൈലിന്റെ ട്രേഡിംഗ് വ്യൂവിന്റെ ആ ലോഗോയിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അതിന്റെ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം അതിലെ നോട്ടിഫിക്കേഷൻസിൽ പോയിട്ട് റിംഗ് ടോൺ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ വേണമെങ്കിൽ ഒരു ബീപ്പ് ആണെങ്കിൽ അത് മാറ്റിയിട്ട് ഒരു റിംഗ് ടോൺ ആക്കാം. ഇത് ക്രോസ് ചെയ്തു അല്ലെ, ആ ബ്ലൂ ലൈനിനെ ഇപ്പൊ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇനി പക്ഷെ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ അടുത്ത കാൻഡിൽ മൂവ് ചെയ്ത് തുടങ്ങണം അല്ലെ. ആക്സിസ് ബാങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആക്സിസ് ബാങ്ക് വേണമെങ്കിൽ എക്സ്ക്യൂസ് മീ ഒരു മിനിറ്റ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഒരു ട്രേഡ് എടുത്തോ, ഓൾറെഡി അത് ക്ലോസ് ആയിട്ടുണ്ട് അല്ലെ. അടുത്ത കാൻഡിൽ മൂവ് ചെയ്ത് തുടങ്ങി. അപ്പൊ ആക്സിസ് ബാങ്ക് ഒരു ക്വാണ്ടിറ്റി വാങ്ങാം. എങ്ങനെയാണ് ട്രേഡ് എടുക്കണമെന്നൊക്കെ നമ്മൾ കണ്ടതല്ലേ. ജസ്റ്റ് ഒരു ക്വാണ്ടിറ്റി നിങ്ങൾ ബൈ ചെയ്തു. മാർക്കറ്റ് ഓർഡറിനാണ് ബൈ ചെയ്യേണ്ടത്. ഡെലിവറി മാറ്റിയിട്ട് ഇൻട്രാഡേ ആക്കാൻ മറക്കരുത്. ട്രേഡ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം എഫ് എന്ന് അടിക്കുക, ഫിനിഷ്ഡ്. ചാറ്റ് ബോക്സിൽ എഫ് എന്ന് അടിക്കുക. അധികം വൈകണ്ട, സംഭവം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റോക്ക് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രോക്കർ എടുക്കുക. അതിൽ ആക്സിസ് ബാങ്ക് സെർച്ച് ചെയ്യുക. ഡെലിവറി മാറ്റി ഇൻട്രാഡേ ആക്കാൻ മറക്കരുത്. ട്രേഡ് എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ഒക്കെ വെക്കാം. ഡെലിവറി മാറ്റി ഇൻട്രാഡേ ആക്കാം. എല്ലാവരും ഓരോ ക്വാണ്ടിറ്റി വെച്ച് എടുക്കാൻ നോക്കാം. ബാലൻസ് 3/1 പോരെ? എന്താണ് ബാലൻസ് 3/1 പോരെ? ക്ലിയർ ആവുന്നില്ല, എന്താ പറഞ്ഞേ? ബാലൻസ് എമൗണ്ട് ആക്ച്വലി 1243.40 ആണ് കാണിക്കുന്നത്. അത് മതി, അത് മതി. ഇതിന്റെ 5/1 പ്രൈസേ ആവുള്ളൂ. അല്ലേ? അതെ. അപ്പൊ 1250 ആണെങ്കിൽ 250 രൂപയോളം വരുള്ളൂ. അപ്പോ ഡെലിവറി എടുക്കരുത്. ഡെലിവറി എടുത്തു കഴിഞ്ഞാല് നമുക്ക് ആ ലിവറേജ് യൂസ് ആവില്ല. ഇൻട്രാഡേ മാറ്റി മാർക്കറ്റിലേക്ക് മാറ്റണ്ടേ? മാർക്കറ്റ്, യെസ്, മാർക്കറ്റ് ഓർഡറിൽ എടുക്കണം. രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ മതി. മാർക്കറ്റ് ഓർഡറിൽ എടുക്കണം, ഇൻട്രാഡേ സെലക്ട് ചെയ്യണം. ആക്സിസ് ബാങ്ക് ഓർഡർ ഫെയിൽഡ് എന്നാണ് കാണിക്കുന്നത്. എന്താണ്? ഓർഡർ ഫെയിൽഡ് എന്നാണ് കാണിക്കുന്നത്. ഓർഡർ ഫെയിൽഡ് എന്നാണോ കാണിക്കുന്നത്? എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? എവിടെയെങ്കിലൊക്കെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാവും. ഒരു ചെറിയൊരു കോളത്തിൽ മാർക്കറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ടോ? അത് പിക്ക് ചെയ്യണോ? അതെല്ലാം ചെയ്യണം? വേണ്ട വേണ്ട വേണ്ട, ഒന്നും ചെയ്യണ്ടല്ലോ. അപ്പൊ മാർക്കറ്റ് ഓർഡർ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോ ഓർഡർ എക്സിക്യൂട്ട് ആയിന്ന് വരില്ല. ലിമിറ്റ് ഓർഡറോ SL ഓർഡർ ഒക്കെ ആയിട്ട് കിടക്കണമെങ്കിൽ എക്സിക്യൂട്ട് ആയിന്ന് വരില്ല. അപ്പൊ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പൊ നിങ്ങൾ നോക്കുക, ചെറിയ പല ബ്രോക്കേഴ്സിൽ ചെയ്യുമ്പോൾ വലിയ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റോക്കിൽ തന്നെ ചെയ്യാൻ പറയുന്നത്. ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ F അടിക്കാം. ഓക്കെ. അപ്പൊ എല്ലാവരും ട്രേഡ് എടുത്തതിന് ശേഷം നമുക്ക് കാണിക്കുന്നത് എന്താണ്? ഓർഡർ ഫെയിൽഡ് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഒന്ന് ഇടാവോ? ഞാൻ നോക്കാം, ചെക്ക് ചെയ്യാം. ബാക്കി എല്ലാവരും ട്രേഡ് എടുക്കാൻ നോക്കാം. ട്രേഡ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും പ്ലേസ് ചെയ്യാം. ഓക്കെ. ട്രേഡ് എടുത്തിട്ട് ചാറ്റ് ബോക്സിൽ F എന്ന് അടിക്കാം. നിത്യ അതിന്റെ ആ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ, സ്ക്രീൻഷോട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പിൽ ഒന്ന് ഇടാം. ഞാൻ നോക്കട്ടെ, ഒരു മിനിറ്റ് കേട്ടോ. എല്ലാവരും ട്രേഡ് എടുക്കാൻ നോക്കാം.
ക്യാബില് അവിടെ തിരിച്ചിട്ട് വെക്കാൻ വരും. ഹലോ, എല്ലാവരും എടുത്തിരുന്നോ? ജോസഫ് അൻസാർ, ഓക്കെ. ബാക്കി ആരും എടുത്തിട്ടില്ലല്ലോ? വേറെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഞാൻ ഉണ്ടോ? എടുത്തിട്ടില്ല. ഇതുവരെ പറഞ്ഞത് നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് കേട്ടിട്ടില്ല. ഫസ്റ്റ് ഒരു പകുതി എന്റെ അടുത്ത് കേട്ടിട്ടില്ല പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട് അല്ലേ? ഒരു മിനിറ്റ്. ആക്സിസ് ബാങ്ക് ഇക്യു മാർക്കറ്റ് പ്രൈസ് ഫസ്റ്റ് സ്റ്റോക്ക് തന്നെയല്ലേ? ഫസ്റ്റ് സ്റ്റോക്ക് അല്ലേ? അതെ അതെ, ഫസ്റ്റ് സ്റ്റോക്ക് തന്നെയാണ്. ഫസ്റ്റ് സ്റ്റോക്ക് ആണ് അല്ലേ? മാർജിൻ ഷോർട്ട് ഫോൾ എന്നാണ് കാണിക്കുന്നത്. അപ്പൊ അതില് എത്ര ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ? ഞാൻ ബാലൻസ് 500 ആണ് ഇട്ട് വെച്ചത്. ഓക്കെ, നമ്മള് സാധാരണ 500, ഇതിപ്പോ 1200 വരെയുള്ള സ്റ്റോക്ക് ആണല്ലോ. അപ്പോ സാധാരണ നമുക്കൊരു 250 റുപ്പീസ് മതി ഈ ഒരു ട്രേഡ് എടുക്കാൻ. അത് മാർജിൻ ഷോർട്ട് ഫോള് പക്ഷെ അതിലിപ്പോ കാണിക്കുന്നത് 750 വേണമെന്നാണ്. അത് മാർജിൻ ഷോർട്ട് ഫോള് പറയാ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മൾ തെറ്റി ഡെലിവറി ഏറ്റെടുക്കുമ്പോഴാണ്. അല്ലെങ്കിൽ ചില കേസുകളിൽ എക്സ്ചേഞ്ച് ലിവറേജ് ഫുള്ള് കൊടുക്കാറില്ല. ചില എക്സ്ട്രീം കേസുകളിൽ ചില സ്റ്റോക്സുകൾക്ക് പ്രത്യേകമായിട്ട് ഇന്നൊരു ദിവസം വലിയ വോളട്ടൈലിറ്റിക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിൽ, അപ്പൊ അത്തരത്തിലുള്ള റയർ കേസുകളിലൊക്കെയാണ് ആ ഒരു മാർജിൻ വ്യത്യാസം വരാറ്. സാധാരണ നിലയ്ക്ക് ഇൻട്രാഡേയിൽ നമുക്ക് 1000 രൂപയുടെ സ്റ്റോക്ക് എടുക്കണമെങ്കിൽ 200 രൂപ, അതായത് 5-1 മതി. അപ്പൊ ഈ ഒരു സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യുമ്പോൾ 250 രൂപയോളം മതി. പക്ഷെ ഇപ്പൊ അതിന്റെ 3 ടൈംസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ വേറെ ഏതെങ്കിലും അപ്പൊ ഈ സ്റ്റോക്ക് എടുക്കാൻ സമയത്ത് നിങ്ങൾക്ക് അവിടെ എത്രയാണ് ലിവറേജ് കാണിക്കുന്നത്, മാർജിൻ കാണിക്കുന്നത്? ട്രേഡ് എടുക്കുന്ന സമയത്ത് അവിടെ മാർജിൻ കാണിക്കും. ഒരു മിനിറ്റ്, ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്യാം. അവൈലബിൾ മാർജിൻ ലെഫ്റ്റ് സൈഡിലും ആവശ്യമുള്ള മാർജിൻ റൈറ്റ് സൈഡിലുമായിട്ട് കാണിക്കും. ആ ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണിക്കും. എവിടെയാ നോക്കേണ്ടത്? ഇപ്പൊ നമ്മളിവിടെ ആക്സിസ് ബാങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യൂലോ. ഇൻട്രാഡേ പോയി മാർക്കറ്റിൽ പോയി ഇവിടെ കണ്ടോ റിക്വയർഡ് മാർജിൻ കണ്ടോ? 1065. ഇത് വേറെ സ്റ്റോക്കാണ്, ഇൻഡിഗോ. അപ്പോ ബാലൻസ് എത്രയുണ്ടെന്ന് കാണിക്കും? 5000. റിക്വയർഡ് മാർജിൻ 1065. അതായത് ഏകദേശം ഈ ഒരു സ്റ്റോക്കിന്റെ പ്രൈസിന്റെ 5-1. അത് എത്രയാണ് കാണിക്കുന്നത്? ഇത് 1245 കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ ഡെലിവറി മാറ്റി ഇൻട്രാഡേ ആക്കിയിട്ടുണ്ടല്ലോ അല്ലെ? ഇൻട്രാഡേ ഉണ്ട്.
ഓക്കെ. മറ്റെല്ലാവർക്കും എങ്ങനെയാണ്? ഫസ്റ്റ് സ്റ്റോക്ക് യൂസ് ചെയ്യുന്ന വേറെ ആർക്കെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? എടുക്കാൻ പറ്റാതിരുന്നിരുന്നോ? ഫസ്റ്റ് സ്റ്റോക്കിനകത്തിന്റെ ആപ്പിനകത്തൊരു ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട് ഇപ്പോഴും. അതുകൊണ്ട് ഇതൊരു അക്കൗണ്ട് ആക്ടിവേറ്റഡ് ടെമ്പറലി ബ്ലോക്ക് ഡ്യൂ ടു ദ ഇൻആക്ടിവേഷൻ കംപ്ലീറ്റ് ഓഫ് REKYC ടു റീജിയൻ ആക്സസ് എന്നും പറഞ്ഞാൽ ഗെയിൻ ആക്സസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് നമ്മുടെ വിഷ്ണുവിനെ കോണ്ടാക്ട് ചെയ്യുക. വിഷ്ണുവിന്റെ നമ്പർ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ബ്രോക്കറുടെ സ്റ്റാർട്ട് ചെയ്യാൻ എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിലേ. ഓക്കെ. അപ്പൊ സാധാരണ നിലയ്ക്ക് മിക്ക സ്റ്റോക്സുകളും 5-1 മാർജിൻ ഉണ്ടാവാറുള്ളൂ. പ്രത്യേകിച്ച് ഇന്നൊരു ദിവസം വോൾട്ടൈലിറ്റിക്ക് സാധ്യതയുള്ള സ്റ്റോക്സുകൾക്ക് ചിലപ്പോൾ എക്സ്ചേഞ്ച് മാർജിൻ കൊടുക്കാറില്ല, അല്ലെങ്കിൽ ലിവറേജ് കൊടുക്കാറില്ല. അപ്പൊ അത്തരത്തിലുള്ള സ്റ്റോക്സുകൾ ചിലപ്പോൾ കൂടുതൽ കാണിക്കും. നമുക്ക് വേറൊരു സ്റ്റോക്ക് കൂടി ഒന്ന് നോക്കാം. സൺഫാർമ നമ്മളെ 15 മിനിറ്റിന്റെ ബെയറിഷ് മർബസുമാണ്. അപ്പൊ അതിന്റെ ഓപ്പൺ പ്രൈസ് ക്ലോസ് പ്രൈസ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഓപ്പൺ പ്രൈസ് റെഡ്. ഇതില് നമുക്ക് ഷോർട്ട് സെല് ചെയ്യാൻ നോക്കാം. ഒരു സ്റ്റോക്ക് ഷോർട്ട് സെല് ചെയ്യാൻ നോക്കാം. ENB ഇത് കട്ട് ചെയ്യുമ്പോൾ മതി. ഇതുവരെ കട്ടായിട്ടില്ല, ഏതാണ്ട് കട്ടാവാറായി നിൽക്കുന്നുണ്ട് അല്ലെ? ഈ ബ്ലൂ ലൈൻ കട്ട് ചെയ്ത് ക്ലോസ് ചെയ്യണം 3 മിനിറ്റിൽ. അടുത്തൊരു ക്യാൻഡിൽ ഇതിന് താഴെ ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഷോർട്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ സൺഫാർമ ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് വേണമെങ്കിൽ നമ്മളുടെ സ്റ്റോക്ക് ബ്രോക്കറുടെ പാനലിൽ സെർച്ച് ചെയ്ത് വെക്കാം. സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ അതൊരു വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കാം. സെല്ല് അല്ലെ, ഒരു ക്വാണ്ടിറ്റി, മാർക്കറ്റ് ഓർഡർ, ഇൻട്രാഡേ. ഇത് എത്രയാണ് കാണിക്കുന്നതെന്ന് നോക്കി നോക്കിയേ. റിക്വയർഡ് മാർജിൻ നിത്യ, റിക്വയർഡ് മാർജിൻ സൺഫാർമയ്ക്ക് എത്രയാണെന്ന് നോക്കി നോക്കിയേ. ഒരു മിനിറ്റ്. ഓക്കെ, ഓൾറെഡി ഒരു ക്യാൻഡിൽ ക്ലോസ് ആയി. അതായത് നമ്മുടെ 15 മിനിറ്റിന്റെ ക്ലോസ് 41.50 ആണ്. 41.50. $43.50 നോക്കട്ടെ ഒരു മിനിറ്റ്. ക്ലോസ് 44.20. ഈ ക്യാൻഡലിന് മൗസ് ഒന്ന് ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. 43 നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് ലാഗ് ആവുന്നത്. ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കണേക്കാളും ബെറ്റർ ഇവിടെ നോക്കിയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതായത് 40 ഓരോ പ്രാവശ്യം ഓരോ വാല്യൂസ് ആണ് കാണിക്കുന്നത്. ഇതിപ്പോ നമ്മൾ 15 മിനിറ്റ്സ് ക്യാൻഡിൽ അല്ലേ ഇടണ്ടേ? 15 മിനിറ്റ് ക്യാൻഡിൽ. 15 മിനിറ്റ് ക്യാൻഡിലിന്റെ മൗസ് ഒന്ന് ഇതില് അലേർട്ട് ഇടുന്നത് ഒന്നും കൂടി പറഞ്ഞു തരുമോ? ഏതാണ് അലേർട്ട് ഇടുന്നത്? അലേർട്ട് ഇടുന്നത് നമ്മുടെ ട്രേഡിംഗ് വ്യൂല് ഇവിടെ ഒരു ബട്ടൺ കണ്ടോ, അലാർട്ടിന്റെ ബട്ടൺ. അതിന്റെ ഷോർട്ട് കട്ട് Alt+A. ഇപ്പൊ മൗസ് എവിടെയാണെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് വെച്ചിട്ട് Alt+A അടിച്ചാൽ. ഫോർ എക്സാമ്പിൾ
അല്ല ഈ അലേർട്ട് ഇടേണ്ടത് നമ്മളിപ്പോ ഫസ്റ്റ് 15 നോക്കി അതിനുശേഷം ഡ്രോ ചെയ്തു അതിനുശേഷം 3 മിനിറ്റ്സിലേക്ക് മാറ്റിയതിനു ശേഷമല്ലേ അലേർട്ട് ഇടേണ്ടത്? അതിന് മുമ്പായാലും കുഴപ്പമൊന്നുമില്ല. അലേർട്ട് അപ്പൊ കുറച്ച് താഴേക്ക് ഇടണം, നമുക്ക് ക്ലോസ് കിട്ടണമല്ലോ. ബാക്കി എല്ലാവരും ഇവിടുന്ന് ഒരു നോയ്സ് വരുന്നുണ്ട്, റാൻഡമായിട്ടൊരു നോയ്സ് വരുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോ അലേർട്ട് ഇടുന്നത് ഈ ബ്ലൂ കളറിന്റെ താഴെ ക്ലോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും മൗസ് ഒന്ന് കൊണ്ടുവച്ചിട്ട് Alt+A അടിക്കുന്നു, അപ്പൊ അവിടെ ഒരു അലേർട്ട് ക്രിയേറ്റ് ആവുന്നു അല്ലെ. ഓൾറെഡി ഈ ട്രേഡിംഗ് വ്യൂവിലെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് 2 അലേർട്ട് 3 അലേർട്ട് ഒക്കെയാണ് അവർ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഏതെങ്കിലും അലേർട്ട്സ് ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കും. കണ്ടോ, ഞാനിപ്പോൾ ആക്സിസ് ബാങ്കിന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്, അതുപോലെ ITCക്ക് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഡെലീറ്റ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെലീറ്റ് ഓൾ ഇനാക്റ്റീവ് അലേർട്ട്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇനാക്റ്റീവ് ആയിട്ടുള്ളതൊക്കെ പൊക്കോളും. അപ്പൊ അതിനുശേഷം മാത്രം പുതിയ അലേർട്ട്സുകൾ ഇടാൻ പറ്റുള്ളൂ. Alt+A അലേർട്ടിന്റെ ഷോർട്ട് കട്ട് എൻ്റർ അടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഒരു ഡോട്ടഡ് ബ്ലാക്ക് ലൈൻ വന്നു, അതെടുത്തിട്ട് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുവയ്ക്കാം. ഫോർ എക്സാമ്പിൾ ഏകദേശം ഈ ബ്ലൂ ലൈനിന്റെ താഴെയായിട്ട് കൊണ്ടുവയ്ക്കാം. പിന്നെ അതുമ്പോൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അലേർട്ട് കിട്ടിക്കോളും. അത് 3 മിനിറ്റിൽ ചെയ്താലും കുഴപ്പമില്ല, 15 മിനിറ്റിൽ ചെയ്താലും കുഴപ്പമില്ല അല്ലെ. ആ ബ്ലൂ ലൈനിന്റെ താഴേക്ക് വരുമ്പോൾ നമ്മൾ അറിയണം. അപ്പൊ ബ്ലൂ ലൈനിന്റെ താഴെ അലേർട്ട് കൊണ്ടുവയ്ക്കാം. അല്ലെങ്കിൽ ആ ബ്ലൂ ലൈനിന്റെ പ്രൈസ് നോക്കി വെച്ചിട്ട് പറഞ്ഞോളൂ. സൺഫാർമ നമ്മളിപ്പോ എൻട്രി ആയോ ട്രേഡില്? എൻട്രി ആയിട്ടില്ല, ജസ്റ്റ് ഇതിന്റെ താഴെ ക്ലോസ് കിട്ടണം 3 മിനിറ്റിന്റെ കാൻഡിൽ. അപ്പൊ 3 മിനിറ്റിന്റെ കാൻഡിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു അല്ലെ. ഇപ്പൊ ഓൾമോസ്റ്റ് അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ഈ അലേർട്ട് ഡ്രാഗ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഡ്രാഗ് ചെയ്യാൻ നോക്കുമ്പോൾ മീൻസ് അഗെയിൻ ലൈൻ ഡ്രോ ആവുക ചെയ്യുന്നത്. ആണോ, മൊബൈലിലാണോ അതോ ഡെസ്ക്ടോപ്പിലാണോ? ഡെസ്ക്ടോപ്പില്. ഓക്കെ, അലേർട്ട് ഇതുപോലെ ക്രിയേറ്റ് ആയിട്ട് ഡോട്ടർ ലൈൻ കാണിക്കുന്നുണ്ടോ? അത് കാണിച്ചു. അത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെച്ചാൽ മതി. ഇങ്ങനെ ഡ്രാഗ് ചെയ്യാൻ പറ്റുന്നില്ല? ഇല്ല, അങ്ങനെ പറ്റാറുണ്ടല്ലോ സാധാരണ. ഇപ്പൊ ഡ്രാഗ് ആവണുണ്ടോ? ഫോണിലും സെയിം ഇത് തന്നെയാണ് സാറേ. ഫോണിലും ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത്? അലേർട്ട് ക്രിയേറ്റ് അലേർട്ട് ഫോണിൽ ക്രിയേറ്റ് ചെയ്യുമ്പോ ഇപ്പൊ ശരിയായി. ശരിയായോ? എന്തായിരുന്നു പ്രശ്നം? ആക്ച്വലി അത് ഡ്രോയിങ്ങിലെ റെയിൽ തന്നെയായിരുന്നു നിന്നുണ്ടായിരുന്നത്. ഞാൻ അലേർട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴും അത് റെയിൽ തന്നെ സെലക്ടഡ് ആയിരുന്നു. പിന്നെ അഗെയിൻ മേലെ സിമ്പിൾ ടൈപ്പ് ചെയ്തതാ. മനസ്സിലായി. അപ്പോ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ നമ്മള് ഇവിടെ ഒരു ലൈൻ ഓൾറെഡി ഉണ്ടെങ്കിൽ അവിടെ വെച്ച് മൗസ് അവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ Alt+A അടിച്ചാല് അതിനാണ് ഒരു അലേർട്ട് സെറ്റ് ആവുക. കണ്ടോ? അപ്പോ നമ്മള് വേറെ കുറച്ച് താഴെയായിട്ട് ഒരു അലേർട്ട് സെറ്റ് ചെയ്തതിന് ശേഷം അത് ഡ്രാഗ് ചെയ്ത് അതിന് താഴേക്ക് വെക്കുന്നതാണ് ബെറ്റർ. ഓക്കെ, ഈ ലൈനിന് അലേർട്ട് ക്രിയേറ്റ് ചെയ്താലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാല് ഹൊറിസോണ്ടൽ ലൈൻ അലേർട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അത് ബേസിക് പ്ലാനിൽ ഇല്ല എന്ന് പറയും. അപ്പോൾ കുറച്ച് 2 മാസം മുമ്പ് വരെ ഒരു ഹൊറിസോണ്ടൽ ലൈനിനുള്ള അലേർട്ട്സുകൾ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു. ഇപ്പോൾ ടെക്നിക്കൽ അലേർട്ട്സ് എന്നാണ് അതിനെ പറയാം. അതായത് ഈ ട്രേഡിംഗ് വ്യൂയിലുള്ള ഏതൊരു ടൂൾ എടുത്താലും നമുക്ക്, ഫോർ എക്സാമ്പിൾ ട്രെൻഡ് ലൈൻ, ഏതൊരു ടൂൾ എടുത്താലും നമുക്ക് അതുമ്പോൾ അലേർട്ട് വെക്കാൻ പറ്റുമായിരുന്നു, അത് ഫ്രീ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അവരത് പെയ്ഡ് വെർഷനിൽ മാത്രമാക്കി. അതുകൊണ്ട് നമ്മൾ ഈ ലൈൻമോ അലേർട്ട് വെക്കാൻ നോക്കി കഴിഞ്ഞാൽ അത് ഫെയിൽ ആവും. അപ്പൊ കുറച്ച് താഴെ Alt+A അടിച്ചിട്ട് ക്രിയേറ്റ് കൊടുത്തിട്ട് അതിനുശേഷം ഡ്രാഗ് ചെയ്ത് ആ ബ്ലൂ ലൈനിന് കുറച്ച് താഴെയായിട്ട് വെക്കാം. കാരണം നമ്മളത് ക്രോസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ട്രേഡ് എടുക്കില്ലല്ലോ, ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്യണ്ടേ. അപ്പൊ കുറച്ച് താഴെയായിട്ട് വെക്കാം. ഇനി നമുക്ക് ഫോണിലെ അലേർട്ട് വെക്കണമെങ്കിൽ ട്രേഡിംഗ് വ്യൂ, എല്ലാവരും ട്രേഡിംഗ് വ്യൂ എടുക്കുക, ജസ്റ്റ് നോക്കി വരാം. അതിനുശേഷം ഒരു 3 ഡോട്ട് കാണാൻ പറ്റും താഴെ, 3 ഡോട്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലേർട്ട്സ് കാണാം. അലേർട്ട് കണ്ടു. അത് 3 ഡോട്ടിന്റെ അവിടെ അലേർട്ട് കൊടുക്കുക, ക്രിയേറ്റ് അലേർട്ട്. ലിസ്റ്റിലെ ലോഗിലോ? ആ ഒരു അലേർട്ട് എന്നുള്ള ഒരു സംഭവം ഓപ്ഷൻ കണ്ടല്ലോ. ക്രിയേറ്റ് അലേർട്ട്, അലേർട്ട്സിൽ പോയി ക്രിയേറ്റ് അലേർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. അത് കഴിയുമ്പോൾ പ്രൈസ് ചോദിക്കുന്നുണ്ട്, കണ്ടോ?
പ്രൈസ് ചോദിക്കുന്നുണ്ടോ? ഉണ്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അവിടെ പ്രൈസ് മാനുവലി ടൈപ്പ് ചെയ്യാനേ ഓപ്ഷൻ ഉള്ളൂ. ഓക്കെ, ഇത് ക്ലോസ് ആയിട്ടുണ്ട് അല്ലെ? അപ്പോ 10:01 ഇപ്പൊ ഇത് ക്ലോസ് ആയിട്ടുണ്ട്, 3 മിനിറ്റിന്റെ ക്യാൻഡിൽ ക്ലോസ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത് അവിടെ ഒരു ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്താൽ പോരാ, അത് ക്ലോസ് ചെയ്യണം. അപ്പൊ നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അടുത്ത ക്യാൻഡിൽ അനങ്ങി തുടങ്ങുമ്പോഴാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പൊ ജസ്റ്റ് വേണമെങ്കിൽ ആ സമയം കൊണ്ട് സൺഫാർമ ഇവിടുന്ന് കോപ്പി ചെയ്ത് നമുക്ക് ബ്രോക്കറുടെ പാനലിൽ പേസ്റ്റ് ചെയ്ത് സെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കാം. ഇത്രയും റെഡിയാക്കി വെക്കാം. മാർക്കറ്റ് ഓർഡർ സെലക്ട് ചെയ്ത് ഇൻട്രാഡേ സെലക്ട് ചെയ്ത് വെക്കാം. ഇനി ക്ലോസ് ആവണ മൊമെന്റിൽ സെല്ല് കൊടുക്കാം അല്ലെ? അപ്പൊ വൈകില്ല. ഈ സൺഫാർമയിൽ അപ്പൊ ഡോജി ക്രോസ് ചെയ്തില്ലേ? എവിടെയാണോ? അതന്നെ. നമ്മൾ ക്ലോസ് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് സെല് ചെയ്യാം, കുഴപ്പമില്ല. ലൈവ് മാർക്കറ്റിൽ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാനാണ് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ ഞാനിപ്പോ ഇവിടെ ഈ ലൈൻ അങ്ങോട്ടൊക്കെ മൂവ് ചെയ്തപ്പോൾ ഇത് മാറിയിട്ടുണ്ടാവും. 15 മിനിറ്റിന്റെ ക്ലോസ് എവിടെയാണെന്ന് നോക്കുക. ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. അതാ 3 മിനിറ്റിൽ ഇട്ടിട്ട് അത് അവിടെ ഇവിടെ അത് ക്ലോസ് ചെയ്ത് നമുക്ക് എൻട്രി എടുക്കാം. കണ്ട 15 മിനിറ്റിൽ ഇട്ടിട്ട് വരയ്ക്കണം. അപ്പൊ അതിനുശേഷം എപ്പോഴാണോ ക്ലോസ് ചെയ്യുന്നത്, ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് സെല് ചെയ്യാം. ഇപ്പൊ ക്ലോസ് ചെയ്തു അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ സെല്ല് അമർത്താം. അപ്പൊ ഇൻട്രാഡേ ആക്കാൻ മറക്കരുത്, മാർക്കറ്റ് ഓർഡർ ആക്കാൻ മറക്കരുത്, സെല്ല്. അപ്പൊ ഓർഡർ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് കാണിക്കണം. അല്ലെങ്കിൽ ഇതിൽ എവിടെയോ തെറ്റുപറ്റിയിട്ടുണ്ട്. മിക്കതും ആ മാർക്കറ്റ് ഓർഡർ ആക്കാൻ മറന്നു പോയിട്ടുണ്ടാവും. ലിമിറ്റ് ഓർഡറിന് അങ്ങനെ ആവും കിടക്കണ്ടാവുക. ലിമിറ്റ് ഓർഡറിന് കിടന്നാലും SL ഓർഡർ, SLM ഓർഡർ ഇതുപോലുള്ള ഓർഡേഴ്സിലൊക്കെ കിടന്നാൽ അത് പെൻഡിങ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ കറണ്ട് മാർക്കറ്റ് പ്രൈസിന് സെല് ചെയ്യാനാണ്, ഷോർട്ട് ചെയ്യാനാണ്. ആ മാർക്കറ്റ് സെലക്ട് ചെയ്താൽ മാത്രമേ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആവുള്ളൂ. ഓക്കെ, അപ്പം മുമ്പത്തെ ട്രേഡ് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രേഡ് ചെയ്യാം. കുറവാണെങ്കിൽ ചിലപ്പോൾ അത് പക്ഷേ എക്സിക്യൂട്ട് ആയിട്ടുണ്ടാവില്ല. അപൂർവം സ്റ്റോക്കുകളിൽ അപൂർവം സമയങ്ങളിൽ അങ്ങനെ സംഭവിക്കാറുള്ളൂ. അതായത് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ന്യൂസ് ഉള്ളപ്പോഴോ എക്കണോമിക് ഇവന്റ്സ് ഉള്ളപ്പോഴോ മാർക്കറ്റിൽ കാര്യമായൊരു വോളറ്റൈലിറ്റി എക്സ്ചേഞ്ച് എക്സ്പെക്ട് ചെയ്യുന്ന ടൈമിലാണ് മാർജിൻ കൊടുക്കില്ല, അല്ലെങ്കിൽ ലിവറേജ് കൊടുക്കില്ല. അപ്പോൾ മാർജിൻ ഒരു പക്ഷേ നമുക്ക് 1000 രൂപയുടെ സ്റ്റോക്ക് വാങ്ങാൻ 1000 രൂപ തന്നെ കാണിക്കും. അതായത് നമ്മളുടെ ക്യാപിറ്റല് കുറവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് വാങ്ങാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ വേറെ സ്റ്റോക്ക് നോക്കാം. അത് വളരെ റയറായിട്ട് സംഭവിക്കുള്ളൂ. പിന്നെ എല്ലാ സ്റ്റോക്കുകളിലും ഇൻട്രാഡേ വേണമെന്നില്ല, ഇൻട്രാഡേ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ നിഫ്റ്റി 50-ൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറയണത്. സാധാരണ നിലയ്ക്ക് ഒരു 100-500 സ്റ്റോക്കുകളിലാണ് ഇൻട്രാഡേ ഉള്ളൂ. ചെറിയ സ്റ്റോക്കുകളിലൊന്നും ഇൻട്രാഡേ ഇല്ല. അപ്പോൾ നിഫ്റ്റി 50-ൽ മിക്കപ്പോഴും നമുക്ക് ഇൻട്രാഡേയിൽ മാർജിൻ അവൈലബിൾ ലിവറേജ് അവൈലബിൾ ആവാറുണ്ട്. പറഞ്ഞോളൂ, എന്താ പറഞ്ഞേ? സെല് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇനി വേറെ ആരെങ്കിലും ട്രേഡ് ചെയ്ത് എടുക്കാത്തതുണ്ടോ? എല്ലാവരും എടുത്തോ? 14 പേരുണ്ടല്ലോ ക്ലാസ്സില്. 4 പേരാണല്ലോ ഫിനിഷ്ഡ് അടിച്ചേക്കുന്നത്. ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല സാറേ. ഓക്കെ. അത് പിന്നെ എന്റെ ഡിജി ലോക്ക് ശരിയായിട്ടില്ല അല്ലെ? ഓക്കെ. അപ്പൊ മാക്സിമം എല്ലാവരും ട്രേഡ് എടുക്കാൻ നോക്കാം. നമുക്ക് ട്രേഡ് എടുത്താലാണ് ഇനി സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ഒക്കെ വെക്കുന്നത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളതുണ്ടോ? ട്രേഡ് എടുക്കാൻ പറ്റാത്ത ഇഷ്യൂസ് ഉള്ളവരുണ്ടോ? എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്റെ ഇത് റെഡി ആയിട്ടില്ല, അക്കൗണ്ട് റെഡി ആയിട്ടില്ല. ഓക്കെ, ബാക്കി എല്ലാവരും എടുത്തിരുന്നോ? എനിക്ക് ഫസ്റ്റൊന്നും മനസ്സിലായിട്ടില്ല. ഞാൻ ആ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട്. ആണോ? ഓക്കെ. സാർ എന്റെ അക്കൗണ്ട് റെഡി ആയിട്ടില്ല. ഓക്കെ. അപ്പോ നേരം വൈകി കയറിയവര് ഞാൻ ഈ റെക്കോർഡിങ് ഷെയർ ചെയ്യാം നമ്മുടെ ഗ്രൂപ്പില്. ജസ്റ്റ് പോയി കണ്ടിട്ട് എടുക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും മാക്സിമം എടുക്കാൻ നോക്കാം. പിന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് വെക്കുന്നത് നോക്കാം.
നമ്മളെ ബ്രോക്കറിലെ ടാർജറ്റ് എങ്ങനെയാ വെക്കുക? അതെടുത്ത് നോക്കാം. അതിനിടയ്ക്ക് മൈക്രോഫോൺ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് തന്നായിരുന്നു, ഭയങ്കര നോയ്സ് വരുന്നില്ലേ? ഓക്കെ, ഇതിപ്പോ സെല്ല് കൊടുത്തിട്ടുണ്ട്, ഫിനിഷ്ഡ് ആയിട്ടുണ്ട്, ഇനി ഒന്നും ചെയ്യണ്ട? വേണ്ട വേണ്ട വേണ്ട. ഇനി നമുക്ക് സ്റ്റോപ്പ് ലോസും ടാർജറ്റും വെക്കാം. ഓക്കെ, അപ്പോ നമ്മൾ ആദ്യം ഏതാണ് ചെയ്തത്? ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി ഒരു ദിവസം. ആദ്യം ആക്സിസ് ബാങ്ക് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ബൈയുടെ സെറ്റപ്പ് പറയാം ആദ്യം. ബൈ, അപ്പൊ നമ്മൾ ഇതിന് മേലേക്ക് ക്ലോസ് ചെയ്തപ്പോൾ ഈ ഒരു ക്യാൻഡിലാണ് ബൈ ചെയ്തിട്ടുണ്ടാവുക. ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടാവുക. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 1236.90 അല്ലെ? ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം. അപ്പോൾ ആക്സിസ് ബാങ്കിൽ നമുക്ക് ആദ്യം സ്റ്റോപ്പ് ലോസ് വെക്കാം. ഓക്കെ, അപ്പോൾ 1236.90 ഇവിടെ നിന്ന് ഓർത്ത് വെക്കുക. അതിനുശേഷം അപ്പൊ ഞാനിവിടെ ആക്സിസ് ബാങ്ക് ബൈ ചെയ്തിട്ടില്ലേ, ഞാനൊന്ന് ബൈ ചെയ്യട്ടെ. ആക്സിസ് ബാങ്ക് ബൈ ഇൻട്രാഡേ മാർക്കറ്റ് ബൈ. ഓർഡർ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഇത് കംപ്ലീറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊസിഷൻസിൽ പോയാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ എടുത്തേക്കുന്ന സ്റ്റോക്കുകൾ, അതിന്റെ ലൈവ് P&L എത്രയാണെന്നുള്ളതൊക്കെ ഇവിടെ കാണാൻ പറ്റും അല്ലെ? അപ്പോൾ അതിൽ നമ്മൾ ഈ 3 ഡോട്ട്സ് ഉണ്ട്, ഏറ്റവും റൈറ്റ് സൈഡിൽ 3 ഡോട്ടുകൾ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സിറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ പൊസിഷൻസിലാണ് പോകേണ്ടത്, മറക്കരുത്. നമ്മൾ ഡാഷ്ബോർഡിലായിരുന്നു ഇത്ര നേരം. ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മെയിൻ പേജ്, ഹോം പേജ്. അപ്പൊ അതിൽ നിന്ന് റൈറ്റ് സൈഡിൽ ഓർഡേഴ്സ് ഉണ്ട്, പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സിക്യൂട്ട് ആയ ഓർഡേഴ്സുകൾ നമുക്ക് കാണാൻ പറ്റും. അവിടെയും ഒരു 3 ഡോട്ട്സ് ഉണ്ട്. അപ്പൊ അതിലല്ല പോകേണ്ടത്. ഇതിൽ പോയാൽ നിങ്ങൾക്ക് എക്സിറ്റ് എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റില്ല. പലർക്കും മിസ്റ്റേക്ക് പറ്റാറുള്ള ഒരു ഏരിയയാണത്. ഇവിടെ പോയിട്ട് നോക്കും, ഇവിടെ നോക്കി കഴിഞ്ഞാൽ എക്സിറ്റ് ബട്ടൺ കാണാൻ പറ്റില്ല. തെറ്റരുത്. പൊസിഷൻസിൽ പോയിട്ട് ഇപ്പോഴും നമുക്ക് ആക്സിസ് ബാങ്ക് ബൈ ചെയ്യാൻ പറ്റുമോ? ഞാനിപ്പം ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ബൈ ചെയ്യാം, കുഴപ്പമില്ല. നമ്മളിപ്പോ ഒന്നൊരു സൺഫാർമ ആക്ച്വലി സെല് ചെയ്തതാണ്. അപ്പൊ ആക്സിസ് ബാങ്ക് ബൈ ചെയ്യാം. ഒരു ദിവസം ഒരെണ്ണം ചെയ്താൽ മതി. ഞാനിപ്പോ നിങ്ങൾക്ക് ആക്സിസ് ബാങ്ക് ബൈ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ വേറൊരു സ്റ്റോക്ക് നോക്കി നമ്മളുടെ അതേ കണ്ടീഷൻസ് അനുസരിച്ചുള്ള വേറൊരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തു എന്നുള്ളൂ. അപ്പൊ സൺഫാർമ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആക്സിസ് ബാങ്ക് ചെയ്യണ്ട. ഓക്കെ, അപ്പൊ ഞാനിനി എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് വെക്കണെന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത്. നമുക്കത് ആദ്യം ബൈയുടെ ഒരു സെറ്റപ്പ് നോക്കാം, അത് കഴിഞ്ഞ് സെല്ലിന്റെ സെറ്റപ്പ് നോക്കാം. അപ്പൊ ആക്സിസ് ബാങ്ക് ഓൾറെഡി നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ആക്സിസ് ബാങ്കിൽ നമുക്ക് പൊസിഷൻസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും അല്ലെ? ഇപ്പൊ നമ്മൾ ആക്സിസ് ബാങ്ക് ബൈ ചെയ്തിട്ടുണ്ട്, അതുപോലെ സൺഫാർമ സെല് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം ബൈ ചെയ്തത് ക്വാണ്ടിറ്റി ഗ്രീൻ കളറിലാണ് കിടക്കുന്നത്, 1 എന്നാണ് കാണിക്കുന്നത്. സെല് ചെയ്തത് ക്വാണ്ടിറ്റി റെഡ് കളറിലാണ് കാണിക്കുന്നത്, -1 എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് തിരിച്ചറിയാം ഇത് ബൈ ചെയ്തേക്കാണ്, ഇത് സെല് ചെയ്തേക്കാണ് അല്ലെ? പിന്നെ ഞാൻ പോകുന്നത് ഇവിടെ റൈറ്റ് ബട്ടൺ, ഇവിടെ നമ്മൾ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സിറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി മൊബൈൽ യൂസ് ചെയ്യുന്നവർ നോക്കി വെക്കുക, മൊബൈലിൽ സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ലാപ്ടോപ്പ് ഇല്ലാത്തവർ മൊബൈലിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതൊന്ന് നോക്കാം. മൊബൈലില് താഴെ 5 പേജസ് കാണാം അല്ലെ? ഡാഷ്ബോർഡ്, വാച്ച് ലിസ്റ്റ്, ഓർഡേഴ്സ്, പോർട്ട്ഫോളിയോ, പ്രൊഫൈല്. അതിൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന പേജ് സെലക്ട് ചെയ്യാം, 4ാമത്തെ പേജ് സെലക്ട് ചെയ്യാം. അതിനുശേഷം പൊസിഷൻസ് എന്ന് പറയുന്ന പേജ് സെലക്ട് ചെയ്യാം. അപ്പൊ മുകളിൽ നോക്കി കഴിഞ്ഞാൽ ഹോൾഡിങ്സും കാണാം, പൊസിഷൻസും കാണാം. ഹോൾഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മേടിച്ചു വെച്ചിട്ടുള്ള സ്റ്റോക്കുകളാണ്, മുമ്പ് ബൈ ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റോക്സുകളാണ്. അപ്പൊ ഇതിൽ നിങ്ങൾ വേറെ സ്റ്റോക്കുകൾ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഇതുവരെ വാങ്ങിയിട്ടില്ലെങ്കിൽ, ഡെലിവറി എടുത്തിട്ടില്ലെങ്കിൽ ഹോൾഡിങ്സിലൊന്നും കാണിക്കില്ല. പൊസിഷൻസിൽ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോ എടുത്ത ട്രേഡ്, ആക്സിസ് ബാങ്ക് ആണെങ്കിൽ ആക്സിസ് ബാങ്ക്, സൺഫാർമ ആണെങ്കിൽ സൺഫാർമ, ഏതെങ്കിലും ഒരു ട്രേഡ് എടുത്താൽ മതി ഒരു ദിവസം. ആക്സിസ് ബാങ്ക് ആണെങ്കിൽ ആക്സിസ് ബാങ്ക്, അപ്പൊ അതവിടെ കാണിക്കുന്നുണ്ടാവും അല്ലെ? അതുമ്പോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, പ്രസ് ചെയ്ത് പിടിക്കണമെന്നില്ല. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ഓർ എക്സിറ്റ് എന്ന് കാണിക്കും. അതിൽ എക്സിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
ഓക്കെ, എക്സിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് മൊബൈലിൽ വ്യത്യാസമുണ്ട്. പി സിയിലാണെങ്കിൽ പൊസിഷൻസിൽ പോയിട്ട് ആക്സിസ് ബാങ്കിന്റെ റൈറ്റ് സൈഡിൽ 3 ഡോട്ട് ഉണ്ട്, അവിടെ പോയിട്ട് എക്സിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് വെക്കാൻ ചെയ്യേണ്ടതാണ്. അപ്പൊ എല്ലാവരും ആക്സിസ് ബാങ്ക് ബൈ ചെയ്തവര് ഇതങ്ങനെയാണ് ചെയ്യാം. നോക്കിയിട്ട് കാണുന്നില്ല, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഫസ്റ്റ് സ്റ്റോക്ക് യൂസ് ചെയ്യുന്നവര്, മറ്റുള്ള ബ്രോക്കേഴ്സ് യൂസ് ചെയ്യുന്നവരുടെ കാര്യം ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും, ഗ്യാരണ്ടി ഇല്ല. പല ബ്രോക്കേഴ്സിനും പലതരത്തിലൊക്കെ ആയിരിക്കും കാണിക്കുക. ചില ബ്രോക്കേഴ്സിൽ അത് പ്രസ് ചെയ്ത് പിടിക്കണം, ചില ബ്രോക്കേഴ്സിൽ എക്സിറ്റിന് പകരം വേറെ എന്തെങ്കിലും പേരുകളൊക്കെ ആയിരിക്കും കാണിക്കുക. അപ്പൊ ജനറലി ആ 3 ഡോട്ട്സിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അവിടെ മിസ്റ്റേക്ക് പറ്റുന്നത് ഓർഡർ പേജിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. ഓർഡർ പേജിൽ പോയിട്ട് ഇവിടെ നോക്കി 3 ഡോട്ട് ക്ലിക്ക് ചെയ്താൽ വേറെ കുറെ ഓപ്ഷൻസ് ആണ് വരിക. എക്സിറ്റ് ബട്ടൺ കാണില്ല, പൊസിഷൻസിൽ തന്നെ പോകണം. ചെയ്തിരുന്നോ? ഇത്രയായോ? എല്ലാവർക്കും കിട്ടിയില്ലേ? എക്സിറ്റ് ബട്ടൺ എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ, എക്സിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര എത്തി നിൽക്കുകയാണ് അല്ലെ. ഇവിടെ നമുക്ക് പലതരം ഓർഡർ ടൈപ്സുകൾ കാണാം. ലിമിറ്റ്, മാർക്കറ്റ്, SL. അപ്പൊ നമുക്കിത് ആദ്യം ബേസിക്കലി ഒന്ന് ചെയ്തു വെക്കാം, അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്കിത് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ഈ ഓർഡർ ടൈപ്സുകൾ എന്നുള്ളത്. ഇവിടെ ഓർക്കേണ്ട കാര്യം, നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാൻ എപ്പോഴും SLM ഓർഡർ ആണ് യൂസ് ചെയ്യേണ്ടത്. ടാർജറ്റ് വെക്കാൻ എപ്പോഴും ലിമിറ്റ് ഓർഡർ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ കാരണങ്ങൾ നമുക്ക് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഓർത്ത് വെക്കുക, സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. അപ്പോൾ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാൻ യൂസ് ചെയ്യുക. ടാർജറ്റ് വെക്കാൻ നമ്മൾ ലിമിറ്റ് ഓർഡർ. ഇപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റോപ്പ് ലോസ് ആദ്യം വെക്കാം, ടാർജറ്റ് അത് കഴിഞ്ഞതിന് ശേഷം വെക്കാം. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കാൻ SLM ഓർഡർ ക്ലിക്ക് ചെയ്യുക. ഇനി ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ട് നമ്മൾ നോക്കാം എവിടെയാണ് സ്റ്റോപ്പ് ലോസ്. 12.36.90 അതിവിടെ അടിച്ചു കൊടുക്കുക. 12.36.90. ഓക്കെ, അപ്പൊ അത് SLM സെലക്ട് ചെയ്തതിന് ശേഷം വേണം പ്രൈസ് ഔട്ട് അടിക്കാൻ. പ്രൈസ് ഔട്ട് അടിച്ചതിന് ശേഷം SLM സെലക്ട് ചെയ്താൽ വീണ്ടും ഇവിടെ പ്രൈസ് റീസെറ്റ് ആവും. കണ്ടോ? ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ മാറും. അപ്പൊ മാറി, വില മാറി, ഇപ്പോഴത്തെ വിലയിലേക്ക് മാറും. അപ്പൊ ആദ്യം തന്നെ SLM സെലക്ട് ചെയ്തിട്ട് 12.36 എന്നുള്ളത് സെലക്ട് ചെയ്യണം. 36.90 ഉണ്ടെങ്കിൽ അതും കൂടി അടിച്ച് പരിശീലിക്കാം. ഓക്കെ, ആക്യുറേറ്റ് ആയിട്ട് തന്നെ അടിക്കുക. SLM വെച്ചിട്ട് ഇൻട്രാഡേ തന്നെ അവിടെ വന്ന് കിടക്കണ്ടാവും അല്ലെ. അപ്പൊ ബൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സെല്ലാണ് ഓട്ടോമാറ്റിക്കലി വരാം. നമ്മൾ സെല്ല് ചെയ്തേക്കുന്നതാണെങ്കിൽ എക്സിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബൈ ആണ് വരാം. ഇവിടെ ഇൻട്രാഡേ മാറ്റേണ്ട വരാറില്ല, നാളെ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തോ, തന്നെ ഇൻട്രാഡേ വരാറുണ്ട്. ഇത്രയും ചെയ്തിട്ട് സെല്ല് കൊടുക്കാം. അപ്പൊ ഓർഡർ ഈസ് പെൻഡിങ് എന്ന് പറയും. അപ്പൊ ഇവിടെ ഓർഡർ ഈസ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് ആണ്. അതിന്റെ അർത്ഥം അത് നമ്മൾ തിരിച്ചു വാങ്ങിയെന്നാണ്. വിറ്റ സാധനം, നമ്മൾ വാങ്ങിയ സാധനം തിരിച്ചു വിറ്റു എന്നാണ്. അപ്പൊ അങ്ങനെ വരാൻ പാടില്ല. കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ ഓർഡർ ഈസ് പെൻഡിങ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ആക്സിസ് ബാങ്ക് വാങ്ങിയവര് എല്ലാവരും ഇതിങ്ങനെ തന്നെ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം F അടിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടാർജറ്റ് വെക്കാൻ നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. അത് കാണുന്നില്ല, മൊബൈലിലോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലോ ചെയ്യുന്നവർക്ക് അത് കാണുന്നില്ലെങ്കിൽ ചോദിക്കുക. ഓൾറെഡി ട്രേഡ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നറിയാം അല്ലെ. ഞാൻ എക്സ്ട്രീം ബിഗിനേഴ്സിന് ഉദ്ദേശിച്ചിട്ടാണ് ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണേ. ഇതുവരെ ഒരു ബ്രോക്കറുടെ പാനൽ യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ആഴ്ച ക്ലാസ്സിൽ ഇത് തന്നെയായിരിക്കും നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ഒരു ട്രേഡ് എടുക്കുന്നു, അതിന് സ്റ്റോപ്പ് ലോസ് വെക്കുന്നു, ടാർജറ്റ് വെക്കുന്നു, അത്തരം കാര്യങ്ങൾ തന്നെ നമ്മളൊന്ന് ഫ്ലുവൻ്റ് ആവാണ്. അതുപോലെ തന്നെ അനലൈസിങ് മാക്സിമം സ്പീഡ് ആക്കാൻ നോക്കുന്നു അല്ലെ. ഇപ്പൊ നമ്മളൊരു 5-6 സ്റ്റോക്കുകളാണ് അനലൈസ് ചെയ്തുള്ളൂ. അപ്പൊ അടുത്ത ദിവസങ്ങൾ തുടങ്ങി നമ്മൾ Nifty 50 ആൽഫബറ്റിക് ഓർഡറിലുള്ള ആദ്യത്തെ 30 സ്റ്റോക്സുകൾ 3 മിനിറ്റിനുള്ളിൽ അനലൈസ് ചെയ്യുന്ന സ്പീഡിലെത്തണം. അതിനുശേഷം അതിൽ ഏറ്റവും വിക്ക് കുറഞ്ഞ മറബസു ക്യാൻഡിൽ നമ്മൾ സെലക്ട് ചെയ്യാൻ മാത്രം ഫാസ്റ്റ് ആക്കണം. അതുപോലെ തന്നെ എക്സിക്യൂഷനും കുറച്ച് സ്പീഡ് ആക്കണം. കാരണം എന്താ, എക്സിക്യൂഷൻ എത്ര ലേറ്റ് ആവും തോറും അത്രയും നമുക്ക്
പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത കുറയും, ലോസ് വരാനുള്ള സാധ്യത കൂടും, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വലുതാവും മാർക്കറ്റ് ആ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ. പിന്നെ ഇത് കട്ട് ചെയ്ത് ആദ്യം കയറുന്ന സ്റ്റോക്കാണ് കൂടുതൽ ടാർഗറ്റ് അടിക്കുന്നതായിട്ട് കണ്ടുവരാറ്. അപ്പോൾ ലേറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്ന സ്റ്റോക്കിനേക്കാളും നമ്മൾ ഏർലി സ്റ്റേജിൽ കട്ട് ചെയ്യുന്ന സ്റ്റോക്കാണ് ആദ്യം പ്രിഫർ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഓർഡർ എക്സിക്യൂഷനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓർഡർ എക്സിക്യൂഷൻ സ്ലോ ആവും തോറും നമുക്ക് ആദ്യം കട്ട് ചെയ്ത് മുകളിലേക്ക് പോണ സ്റ്റോക്ക് എടുക്കാൻ പറ്റാതിരിക്കുകയും വൈകി ഒരു 10-15 മിനിറ്റിന് ശേഷം കട്ട് ചെയ്യുന്ന സ്റ്റോക്കുകൾ എടുക്കേണ്ടി വരികയും ചെയ്യും. അപ്പോൾ ഈ എക്സിക്യൂഷനും ഫാസ്റ്റ് ആക്കണം, അനാലിസിസും ഫാസ്റ്റ് ആക്കണം. കാര്യം ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്ത് ട്രേഡ് എടുക്കാൻ ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. പക്ഷെ നന്നായിട്ട് ഫ്ലുവൻ്റ് ആയാൽ മാത്രമേ നമുക്ക് ആ 10 മിനിറ്റിൽ അത് ഒതുക്കാൻ പറ്റുള്ളൂ, അതിൻ്റെതായ എഫക്റ്റീവ്നെസ് കിട്ടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല പല കാര്യങ്ങൾ കാണും. അതായത് ഇപ്പൊ നമ്മൾ പഠിച്ച സിമ്പിൾ ഒരു മർമസോ കാൻഡിൽ എടുക്കാതെ അതിൽ മൾട്ടിപ്പിൾ ചോയ്സുകൾ റെഡ് ലിസ്റ്റിലാക്കി നിരത്തി വെച്ചുകൊണ്ട് അതിൽ ചാർട്ട് അനാലിസിസ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് സ്റ്റോക്ക് നോക്കി സെലക്ട് ചെയ്യാൻ ഉള്ളത് പഠിക്കും. അതുപോലെ തന്നെ പ്രീ മാർക്കറ്റ് അനാലിസിസ് ചെയ്തിട്ട് അതിൽ ബുള്ളിഷ് വേണോ ബെയറിഷ് വേണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് നോക്കിയിട്ട് അതിനെ കൺസിഡർ ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ ബുള്ളിഷ് മാത്രം നമ്മൾ എടുക്കുള്ളൂ, അല്ലെങ്കിൽ ബെയറിഷ് മാത്രം നമ്മൾ എടുക്കുള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മൾ അതിലേക്കൊന്നും പോണ്ട. ഈ ഒരാഴ്ച ആരും പ്രോഫിറ്റബിലിറ്റി പ്രതീക്ഷിക്കേണ്ട, ജസ്റ്റ് അതുകൊണ്ടാണ് ഒരു ക്വാണ്ടിറ്റി വെച്ച് ട്രേഡ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ അതിനുശേഷം ഇത് നല്ല ഫ്ലുവൻ്റ് ആയതിനു ശേഷം നമ്മൾ ഒരു ഫിക്സഡ് ക്യാപിറ്റലിന് ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് റിസ്ക് എടുത്തിട്ട് ട്രേഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ 5000 രൂപ ക്യാപിറ്റൽ, ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക 5000 രൂപ ക്യാപിറ്റൽ ആയിരിക്കും സ്റ്റാർട്ടിങ്. 5000 രൂപ ക്യാപിറ്റലുള്ള ഒരാൾ 50 രൂപ ഒരു ദിവസം റിസ്ക് എടുക്കാം. അപ്പൊ 50 രൂപ റിസ്ക് എടുക്കണമെങ്കിൽ എത്ര ക്വാണ്ടിറ്റി വാങ്ങണം എന്നുള്ളത് നമ്മൾ അളന്ന് നോക്കിയിട്ട് അത്ര ക്വാണ്ടിറ്റി തന്നെ വാങ്ങുക. അപ്പൊ ലോസ് വന്നാൽ 50 രൂപയായിരിക്കും വരാം, പ്രോഫിറ്റ് വന്നാൽ ഏകദേശം 50 രൂപയായിരിക്കും. രണ്ടും വളരെ സിമിലർ ആയിരിക്കും. അപ്പൊ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ സിമിലർ ആയിട്ടുള്ള ലോസും പ്രോഫിറ്റാണ് വരാം. അപ്പൊ നമുക്ക് ഒരു 20 ദിവസം കഴിയുമ്പോൾ ഏകദേശം നമുക്ക് ഇതിന്റെ ഒരു മാർക്കറ്റ് എഡ്ജ് മനസ്സിലാക്കാം. അതായത് ഇപ്പൊ 20 ദിവസം ട്രേഡ് ചെയ്യുമ്പോൾ 12 ദിവസം വിജയിച്ചു കഴിഞ്ഞാൽ 8 ദിവസം പരാജയപ്പെട്ടാൽ നമുക്ക് 60% വിന്നിങ് റേറ്റ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ നോർമലി പ്രോഫിറ്റബിൾ ആവും. അപ്പൊ നമ്മൾ ദിവസവും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ 8 ട്രേഡ് പരാജയപ്പെട്ടിട്ടുണ്ടാവും, 12 ട്രേഡ് വിജയിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മളുടെ അക്കൗണ്ട് ഗ്രീനിലാവണം നിർബന്ധമില്ല, പ്രോഫിറ്റിലായിരിക്കണം നിർബന്ധമില്ല. കാരണം ഈ 8 ട്രേഡ് ലോസ് വന്നതിൽ വലിയ ലോസുകൾ വന്നാലും മതി, അതിൽ വലിയ റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ഓവറോൾ ലോസ് ആവും. അപ്പൊ കോൺസ്റ്റന്റ് ആയിട്ടുള്ള റിസ്ക് എടുത്താൽ അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള റിസ്ക് എല്ലാ ദിവസവും നിങ്ങൾ എടുത്താൽ നിങ്ങൾ 20 ട്രേഡിൽ 11 ട്രേഡ് വിജയിച്ചാൽ തന്നെ പ്രോഫിറ്റിലായിരിക്കും, 12 ട്രേഡ് വിജയിച്ചാൽ ഒരു ഡീസന്റ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റിലായിരിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പൊ ഈ ആദ്യത്തെ ഈ ഒരാഴ്ച നിങ്ങൾ പ്രോഫിറ്റബിലിറ്റിയെ കുറിച്ചൊന്നും നോക്കണ്ട, ജസ്റ്റ് ഈ ഒരു ട്രേഡ് എടുക്കുന്നത്, റിയൽ ട്രേഡ് എടുക്കുന്നത്, അത് എക്സിക്യൂഷന്റെ പെർഫെക്ഷൻ നോക്കാം, അത് ഫാസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യാം. അതുപോലെ തന്നെ അധികം പ്രൈസിന്റെ സ്റ്റോക്ക് വന്നാൽ നമുക്ക് എടുക്കണ്ട. ഏകദേശം ഒരു 1000 രൂപയുടെ ഉള്ളിൽ ബഡ്ജറ്റിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾ മാത്രം എടുത്താൽ മതി. കാരണം ഇതിപ്പോൾ നമ്മൾ പ്രോഫിറ്റബിലിറ്റി ഓറിയന്റഡ് ആയിട്ടല്ല ഇപ്പൊ ചെയ്യുന്നത്, എക്സിക്യൂഷൻ ഫ്ലുവൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വലിയ സ്റ്റോക്കുകൾ എടുത്താൽ, ഫോർ എക്സാമ്പിൾ മാരുതി പോലത്തെയുള്ള സ്റ്റോക്കുകൾ എടുത്താൽ നമുക്ക് ലോസ് വരുമ്പോൾ അത്രയും മാത്രം ലോസ് വരും. അപ്പൊ നമ്മളെപ്പോഴും ആദ്യത്തെ ഈ ഒരു 3 ക്ലാസ്സുകൾ നിങ്ങളൊരു 2000 രൂപയിൽ അല്ലെങ്കിൽ 3000 രൂപയിൽ താഴെയുള്ള സ്റ്റോക്കുകൾ പ്രിഫർ ചെയ്യാൻ നോക്കാം. 2000 രൂപയിൽ താഴെയുള്ള സ്റ്റോക്കുകൾക്ക് മിക്കതും നമുക്കൊരു 400 രൂപ മതിയായിരിക്കും. ട്രേഡിംഗ് ക്യാപിറ്റൽ 400 രൂപയ്ക്ക് യൂസ് ആവുള്ളൂ. അപ്പൊ 5000 രൂപയുള്ള ആളും ഒരു ക്വാണ്ടിറ്റി തന്നെ എടുക്കാൻ നോക്കാം, 2000 രൂപയുള്ള ആളും ഒരു ക്വാണ്ടിറ്റി തന്നെ എടുക്കാൻ നോക്കാം. എല്ലാവരും സ്റ്റോപ്പ് ലോസ് വെച്ചോ? എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? സ്റ്റോപ്പ് ലോസ് വെച്ചവരൊക്കെ ഫിനിഷ്ഡ് അടിച്ചോ? ഓക്കെ, ഇനിയിപ്പോ ആർക്കെങ്കിലും ആക്സിസ് ബാങ്ക് ബൈ ചെയ്യാൻ പറ്റാത്തുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൺഫാർമ ഷോർട്ട് ചെയ്യാം അല്ലെ. സൺഫാർമ ഷോർട്ട് ചെയ്യണമെങ്കിലും ഇതുപോലെ തന്നെ നമ്മൾ സൺഫാർമയുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ്? 1986 രൂപ 50 പൈസ അല്ലെ. അപ്പൊ അത് ഇവിടെ നിന്ന് നോക്കി വെക്കുക. എന്നിട്ട് നമ്മൾ പൊസിഷൻസിലേക്ക് പോവാ, സൺഫാർമയിൽ പോവാ, സൺഫാർമ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, എക്സിറ്റ് കൊടുക്കുക. അപ്പൊ നമ്മൾ ഓൾറെഡി സെല് ചെയ്തേക്കാണ്, ഇത് ഷോർട്ട് സെല് ചെയ്തേക്കാണ്.
അപ്പൊ പിന്നെ ബൈ ആണ് കാണിക്കുക. ഇൻട്രാഡേ ഓട്ടോമാറ്റിക്കലി ചൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ലിമിറ്റ് ഓർഡർ മാറ്റി SLM ഓർഡർ ആക്കാം. അതിനുശേഷം വേണം പ്രൈസ് അടിക്കാൻ. ആദ്യം പ്രൈസ് അടിച്ചിട്ട് പിന്നെ അത് മാറ്റരുത്, അപ്പൊ വീണ്ടും പ്രൈസ് മാറും. അപ്പോൾ ഇവിടെ 1986 രൂപ 50 പൈസ, 1986 രൂപ 50 പൈസ അടിച്ചു, ബൈ കൊടുത്തു. അപ്പൊ ഓർഡർ ഈസ് പെൻഡിങ് എന്നാണ് കാണിക്കുന്നത്. കംപ്ലീറ്റഡ് എന്ന് കാണിച്ചാൽ അത് മിസ്റ്റേക്ക് ആണ്. അപ്പൊ ഇത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ട്രേഡ് എടുത്തതിന് ശേഷം 60 സെക്കൻഡിനുള്ളിൽ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നാണ് പറയാം ഇൻട്രാഡേ ട്രേഡേഴ്സ്. പ്രത്യേകിച്ച് മാർക്കറ്റിൽ മോർണിംഗ് ടൈമിൽ ട്രേഡ് ചെയ്യുന്ന സൺഫാർമയില് നമ്മൾ സ്റ്റോപ്പ് ലോസ് ആദ്യം ഇവിടെ നോക്കുക അല്ലെ. 15 മിനിറ്റിന്റെ ഓപ്പൺ ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അത് നമ്മൾ ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്തിട്ടാണ് വന്നേക്കുന്നത് അല്ലെ. അപ്പൊ 1986 രൂപ 50 പൈസയാണ് ഏകദേശം അല്ലെ. 1986 രൂപ 50 പൈസ. ഓക്കെ, അപ്പൊ 1986 50 പൈസ ഇവിടെ നോക്കി വെച്ചതിന് ശേഷം ഇവിടെ ഓപ്പൺ പൊസിഷൻസിൽ ഓർഡേഴ്സിലല്ല പൊസിഷൻസിൽ പോയാൽ സൺഫാർമ നമ്മൾ എടുത്തത് അവിടെ കാണിക്കുന്നുണ്ടാവും അല്ലെ. അതിന്റെ P&L അവിടെ കാണിക്കുന്നുണ്ടാവും. അതിന്റെ റൈറ്റ് സൈഡിൽ 3 ഡോട്ടിൽ പോയിട്ട് എക്സിറ്റ് കൊടുക്കുക. എക്സിറ്റ് കൊടുക്കുമ്പോൾ ഒരു ബൈ ടാബ് ഇങ്ങനെ വരും, ബൈ. അതിൽ ഇൻട്രാഡേ ഓൾറെഡി ചൂസ്ഡ് ആയിരിക്കും. നമ്മൾ ലിമിറ്റ് ഓർഡർ മാറ്റി, അല്ലെങ്കിൽ മാർക്കറ്റ് ഓർഡർ ആണ് കിടക്കണമെന്നുണ്ടെങ്കിൽ അത് മാറ്റി SLM ഓർഡർ ആക്കാം. എന്നിട്ട് നമ്മളിവിടെ നോക്കി വെച്ച പ്രൈസ് 1986 ആണെങ്കിൽ 86 രൂപ 50 പൈസ ആണെങ്കിൽ അത് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് അത് ഓർഡർ ഈസ് പെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഒക്കെ കാണാൻ പറ്റും. അല്ലെ. ടാർഗറ്റ് വെക്കാൻ കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല. സ്റ്റോപ്പ് ലോസ് നമ്മളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 60 സെക്കൻഡിനുള്ളിൽ വെക്കണം. അപ്പം സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് പിന്നെ കുറച്ച് സമയം എടുത്താലും കുഴപ്പമില്ല. അടുത്ത ദിവസം തുടങ്ങി നമ്മൾ എല്ലാ കാര്യങ്ങളും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പ്രാക്ടീസ് ചെയ്യാം. നാളെ നമ്മുടെ ഇൻട്രാഡേ സെക്ഷൻ ഇല്ല, പിന്നെ ബുധനാഴ്ചയാണ്. അപ്പൊ നാളെ നിങ്ങൾ സ്വയമായിട്ടൊന്ന് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ പല പല ഡൗട്ട്സുകൾ വരും. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, എന്താണ് ഡൗട്ട് വന്നതെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ അതിനുശേഷം നമുക്ക് മറ്റൊന്ന് അത് ക്ലിയർ ചെയ്യും അല്ലെ. നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുമ്പോഴാണ് ഇതിലെവിടെയെങ്കിലും വിട്ടു പോകണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ എല്ലാവരും എടുത്ത സ്റ്റോക്കിന് കറക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചില്ലേ? സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും തംസപ്പ് അടിക്കാവോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടാർഗറ്റ് നോക്കിയാലോ. ആരെങ്കിലും ട്രേഡ് എടുത്തവരാരെങ്കിലും വെക്കാതിരുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇനി ടാർഗറ്റ് വെക്കണമെങ്കിൽ വീണ്ടും അതുപോലെ തന്നെ നമ്മൾ പൊസിഷൻസിൽ പോയിട്ട്, ഞാനിപ്പോൾ ഇവിടെ 2 സ്റ്റോക്കുകൾ നമ്മൾ എടുത്തേക്കണതുകൊണ്ട് ആദ്യം ആക്സിസ് ബാങ്ക് കാണിക്കാം, പിന്നെ സൺഫാർമ. ആക്സിസ് ബാങ്കിൽ ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും എക്സിറ്റ് പോവാം. അപ്പൊ സ്റ്റോപ്പ് ലോസ് വെക്കാനും ടാർഗറ്റ് വെക്കാനും പൊസിഷൻസിൽ ആ 3 ഡോട്ട്സിലേക്ക് തന്നെയാണ് നമ്മൾ പോകേണ്ടത്. മൊബൈലിലാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എക്സിറ്റ് പോവാം. മൊബൈലിൽ നമ്മൾ പൊസിഷൻസിൽ പോകണം. പൊസിഷൻസ് എന്ന് പറയുമ്പോൾ താഴെ 5 പേജുകളുണ്ട്. അതിൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന പേജിൽ മുകളിൽ 2 പേജായിട്ട് വീണ്ടും തിരിയും. ഹോൾഡിങ്സ് ഉണ്ട്, പൊസിഷൻസ് ഉണ്ട്. പൊസിഷൻസിൽ പോയിട്ട് ആക്സിസ് ബാങ്കിൽ പ്രസ് ചെയ്യുക. അപ്പൊ എക്സിറ്റ് ചോദിക്കും, എക്സിറ്റ്. ഇപ്പൊ ടാർഗറ്റ് വെക്കാൻ നമ്മൾ എപ്പോഴും ലിമിറ്റ് ഓർഡർ ആണ് യൂസ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് വെക്കാൻ SLM ഓർഡറും ടാർഗറ്റ് വെക്കാൻ ലിമിറ്റ് ഓർഡറും. ആ ലിമിറ്റ് ഓർഡർ ആദ്യം സെലക്ട് ചെയ്യുക, എന്നിട്ട് പ്രൈസ് അടിച്ചു കൊടുക്കുക. അപ്പൊ പ്രൈസ് എവിടെ നിന്ന് മനസ്സിലാവും? ട്രേഡിംഗ് വ്യൂ വന്നിട്ട് പ്രൈസ്. അപ്പൊ നമ്മൾ എവിടെ നിന്നാണോ ബൈ ചെയ്തത് അതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾ 3 ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തപ്പോഴാണ് നമ്മൾ ഷോർട്ട് ചെയ്തത്. അപ്പൊ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 1:1 ആണ് അല്ലെ. അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം എത്രയാണോ, ഫോർ എക്സാമ്പിൾ 44 രൂപ 50 പൈസ, അത്ര തന്നെയായിരിക്കണം ടാർഗറ്റിലേക്കുള്ള ദൂരം, 44 രൂപ 50 പൈസ. ഓക്കെ, ഓക്കെ. അപ്പൊ 1897 സൺഫാർമയുടെ ടാർഗറ്റ്. അപ്പൊ ഞാനത് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് എളുപ്പം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ലോങ് പൊസിഷൻ ടൂൾ വെച്ചിട്ടുണ്ട്. ഈ സിയാൻ കളർ അല്ലെങ്കിൽ ഗ്രീൻ കളർ നോക്കിയാൽ മതി. ഗ്രീൻ കളർ 1897.
നമുക്ക് ആക്സിസ് ബാങ്കിന്റെ ടാർജറ്റ് നോക്കാം. ആക്സിസ് ബാങ്ക് ടാർജറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ബൈ ചെയ്യേണ്ടിരുന്ന പ്രൈസ് 1242 രൂപ 30 പൈസക്കാണ് അല്ലെ. അപ്പൊ അവിടെ നിന്ന് സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം 6 രൂപ 10 പൈസ. അപ്പൊ അത്ര തന്നെ ടാർജറ്റിലേക്കുള്ള ദൂരം അളക്കാം. ഈ ടാർജറ്റിലേക്കുള്ള ദൂരം നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ അളക്കുമ്പോൾ മാക്സിമം അത് സൂം ചെയ്ത് വെച്ചിട്ട് അളക്കാം. എന്നാലാണ് കൃത്യമായിട്ട് നമുക്ക് അതവിടെ കൊണ്ടുവരുത്താൻ പറ്റുള്ളൂ. 6 രൂപ 10 പൈസ. ഓക്കെ, അപ്പൊ ടാർജറ്റ് ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് സ്റ്റോക്കാണ് എടുത്തേക്കണമെന്നുണ്ടെങ്കിൽ ആക്സിസ് ബാങ്ക് ആണെങ്കിൽ ആക്സിസ് ബാങ്കിന്റെ ടാർജറ്റ് 1249.0 അല്ലെ. സൺഫാർമ ആണെങ്കിൽ അതിന്റെ ടാർജറ്റ് വെക്കുക. ടാർജറ്റ് എത്രയാണ്? 1897.60 അല്ലെ. ഒരു വ്യത്യാസമുള്ളൂ, നമ്മളിവിടെ ലിമിറ്റ് ഓർഡർ ഇടുന്നു. സ്റ്റോപ്പ് ലോസ് വെക്കാൻ SLM ഓർഡർ ഇട്ടതിന് പകരം ടാർജറ്റ് വെക്കാൻ ലിമിറ്റ് ഓർഡർ ഇടുന്നു. ഓക്കെ, എല്ലാവരും ട്രേഡ് എടുത്തതിന് ശേഷം F അടിക്കുക. ഫിനിഷ് ചെയ്തെന്നുണ്ടെങ്കിൽ F അടിക്കുക. അപ്പൊ ട്രേഡ് എടുത്ത് സ്റ്റോപ്പ് ലോസും ടാർജറ്റും വെച്ച് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ F അടിക്കുക. സൺഫാർമയുടെ ടാർഗറ്റ് വെക്കുന്നൊന്ന് പറഞ്ഞുതരുമോ? സൺഫാർമയുടെ ടാർജറ്റ് 1897.60. സ്റ്റോപ്പ് ലോസ് വെച്ച പോലെ തന്നെ പൊസിഷൻസിൽ പോയിട്ട് എക്സിറ്റിൽ പോയിട്ട് നമ്മൾ SLM വെച്ചതിന് പകരം ലിമിറ്റ് ഓർഡർ ഇടാം. അത്ര വ്യത്യാസമുള്ളൂ. ടാർഗറ്റ് 1897.60 അല്ലേ? ടാർജറ്റ് 1897.60 കറക്റ്റ്. സൺഫാർമ 1897.60. എല്ലാവരുടെയും ഒരേപോലെ തന്നെയായിരിക്കും കറക്റ്റ് പോയിന്റ്. ഞാനിപ്പോ നേരത്തെ വരച്ചു വെച്ചിപ്പോ നോക്കുമ്പോ 2 പോയിന്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമുണ്ടോ? ചെറിയ ഒരു 10 പൈസ 20 പൈസകളിലും വലിയ മാറ്റം വരാനില്ല. വലിയ മാറ്റം ഇല്ലാതിരിക്കാൻ നോക്കാം. അത് പലപ്പോഴും അല്ല, ഞാൻ ചോദിച്ചതല്ല. ഇപ്പൊ ഞാനിപ്പോ നേരത്തെ 2 ലൈൻ വരച്ചു വെച്ചിട്ട് ഇപ്പൊ ടാർഗറ്റ് വെച്ച് നോക്കുമ്പോ 1899 ആണ് ടാർഗറ്റ് തന്നെ. 99.7. അത് ചെറിയ വ്യത്യാസം വരും. അത് നമ്മളിപ്പോ അങ്ങനെ ഒരു സൂം ചെയ്യുന്നതിനനുസരിച്ചും വ്യത്യാസം വന്നുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല, ഒരു 10 പൈസ 20 പൈസയുടെ വ്യത്യാസമൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. മാക്സിമം നമ്മൾ എടുക്കുന്ന എൻട്രി പോയിന്റ് മാറി കഴിഞ്ഞാലാണ് വ്യത്യാസം വരാം. അപ്പൊ അതുകൊണ്ടാണ് ഇത് എക്സിക്യൂഷൻ വളരെ ഫാസ്റ്റ് ആയിരിക്കണം. അത് നമ്മൾ ചെയ്തൊരു 6-7 ദിവസം ചെയ്ത് ആ എക്സിക്യൂഷൻ വളരെ ഫ്ലുവന്റ് ആവണം. എൻട്രി ചെയ്യണത് ലേറ്റ് ആയാൽ ഇതിന്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും തമ്മിലുള്ള വ്യത്യാസമൊക്കെ മാറ്റം വരും. അപ്പൊ ഫോർ എക്സാമ്പിൾ 9:33 നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്തൊരു മിനിറ്റിനുള്ളിൽ നമ്മൾ എങ്കിലും എൻട്രി ചെയ്യണം. അല്ലെങ്കിൽ അത് എൻട്രി ചെയ്യാതിരിക്കുക. ഒരു മിനിറ്റിനുള്ളിലെങ്കിലും നമ്മൾ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവണം. കാരണം മാർക്കറ്റിൽ മോർണിംഗ് ടൈമിൽ നല്ല വോളറ്റാലിറ്റി ഉള്ള ടൈമാണ്. പ്രത്യേകിച്ച് 9:33. അപ്പൊ ആ ടൈമിൽ നമ്മൾ ഒരു മിനിറ്റ് ഡിലേ വരെ നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം കൂട്ടുകയും അതിനനുസരിച്ച് ടാർഗറ്റിലേക്കുള്ള ദൂരം കൂടുകയും ചെയ്യും. അപ്പൊ കൂടുതൽ മൂവ് ചെയ്താലേ ടാർഗറ്റ് അടിക്കുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള സിസ്റ്റമാറ്റിക് സ്ട്രാറ്റജികൾക്ക് നമുക്ക് നല്ല എക്സിക്യൂഷൻ ഫ്ലുവൻസി വേണം. അതായത് ഫാസ്റ്റ് ആയിട്ട് എൻട്രി ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റും വെക്കുന്നതും, പ്രത്യേകിച്ച് സ്റ്റോപ്പ് ലോസ് വെക്കുന്നതും വളരെ ഫാസ്റ്റ് ആയിരിക്കണം. അനാലിസിങ്ങും വളരെ ഫാസ്റ്റ് ആയിരിക്കണം.
അപ്പൊ എല്ലാവരും ട്രേഡ് എടുക്കുക. ട്രേഡ് എടുത്ത് കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ, അതായത് ഓൾറെഡി ട്രേഡ് എടുത്ത് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ചതിന് ശേഷം മാത്രം ഫിനിഷ്ഡ് അടിക്കുക. ഓക്കെ, ഇതിലിപ്പോ നമ്മള് എൻട്രി ചെയ്തു, സ്റ്റോപ്പ് ലോസും വെച്ചു, ടാർഗറ്റും വെച്ചു. പക്ഷെ അത് രണ്ടും അടിക്കാത്ത സിറ്റുവേഷനുകൾ ഉണ്ടാവോ? നമുക്ക് പറയാം. എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം എല്ലാവരും ട്രേഡ് എടുക്കട്ടെ കേട്ടോ. ട്രേഡ് എടുത്ത് കഴിയട്ടെ. എല്ലാവരും ട്രേഡ് എടുത്തതിന് ശേഷം ഫിനിഷ്ഡ് അടിക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത കാര്യങ്ങൾ കാണാം. ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഒക്കെ വെച്ചതിന് ശേഷം ഫിനിഷ്ഡ് അടിക്കുക. അതിനുശേഷം നമുക്ക് അടുത്തൊരു സെക്ഷൻ കാണാം. നമ്മൾ വെച്ച ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കാണാൻ പറ്റുമോ? ഓക്കെ, എല്ലാവരും ട്രേഡ് എടുത്തിരുന്നോ? ഓക്കെ, അപ്പോ നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ചിട്ടുണ്ട് അല്ലെ? ഇനിയിപ്പോ നമുക്ക് ചെയ്യാനുള്ളത് ഇതവിടെ കിടക്കട്ടെ. അപ്പോ സാധാരണ നിലയ്ക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ടൈമിൽ നമ്മളത് ഇൻട്രാഡേ ആയതുകൊണ്ട് ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഒരു ഓട്ടോ സ്ക്വയർ ഓഫ് ചാർജ് ഏകദേശം ഒരു 59 രൂപ ബ്രോക്കർ പിടിക്കും. അപ്പൊ അത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 3 മണിക്ക് ഒരു അലാറം വെച്ചിട്ട്, നമ്മളുടെ മൊബൈലിൽ തന്നെ ഒരു അലാറം വെക്കുക. അലാറം വെച്ചിട്ട് അത് മാനുവലി എക്സിറ്റ് ചെയ്ത് കളയാം. അപ്പൊ മാനുവലി എക്സിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. അതായത് 3 മണിയായിട്ടും സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല, ടാർഗറ്റ് അടിച്ചിട്ടില്ലാണ്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ 3 ഡോട്ട്സിൽ പോയിട്ട് എക്സിറ്റ് കൊടുക്കുക. അപ്പൊ നമ്മൾ ഇവിടെ മാർക്കറ്റ് ഓർഡർ ആക്കിയിട്ട് സെല് ചെയ്യാം. ബൈ ചെയ്താണെങ്കിൽ സെല് ചെയ്യുക, സെല്ല് ചെയ്താണെങ്കിൽ ബൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അതല്ലെങ്കിൽ നമ്മളുടെ ഒരു 59 രൂപ ഒരു ട്രേഡിന് വെറുതെ പോകും. അപ്പൊ നമ്മളൊരു 1 lakh ക്യാപിറ്റലിനൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ 59 രൂപയിൽ വലിയ അർത്ഥമില്ല. ഒരു ലക്ഷം രൂപയുടെ രൂപയിൽ മേലെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ചെറിയ പൈസയ്ക്ക് ട്രേഡ് ചെയ്യുമ്പോൾ വെറുതെ 59 രൂപ എന്ന് പറയുമ്പോൾ അതിങ്ങനെ ഓട്ടോ സ്കോർ ഓഫ് ചാർജ് പിടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എല്ലാ ദിവസവും ഇത് പിടിച്ചു കഴിഞ്ഞാൽ 20 × 59 എത്രയാ? 1000 രൂപ. അപ്പൊ ഒരു 10,000 രൂപയ്ക്കൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്ക് 10% അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ അത് മാനുവലി ക്ലോസ് ചെയ്യാം. ഇനി സ്റ്റോപ്പ് ലോസോ ടാർഗറ്റോ അടിച്ചാൽ നമ്മൾ ആക്ച്വലി മാനുവലി ടാർഗറ്റ് കളയണം. ഇപ്പൊ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ നമ്മൾ ടാർഗറ്റ് കളയണം, മാനുവലി റിമൂവ് ചെയ്ത് കളയണം. ടാർഗറ്റ് അടിച്ചാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് മാനുവലി റിമൂവ് ചെയ്ത് കളയണം. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മളിവിടെ ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വെച്ച ഓർഡേഴ്സ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും.
ഇതാ ആക്സിസ് ബാങ്കിന് നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ഇവിടെയാണ് നമ്മൾ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട് 1236 രൂപ, അതായത് നിലവിലുള്ള പ്രൈസിന് താഴെയല്ല എന്നൊന്ന് കൺഫേം ചെയ്യാം അല്ലെ. പിന്നെ ഈ ആക്സിസ് ബാങ്കിന് ഞാൻ ഇവിടെ ഒന്ന് ടാർഗറ്റ് വെക്കാം. ടാർഗറ്റ് എത്രയാണ്? 1249 രൂപ. അപ്പോൾ പൊസിഷൻസിൽ പോയി ആക്സിസ് ബാങ്ക് എക്സിറ്റ് ലിമിറ്റ് 1249 രൂപ അല്ലെ, 49 രൂപ. സെല്ല് പെൻഡിങ്. അപ്പോൾ ആക്സിസ് ബാങ്കിന് ആദ്യം വെച്ചത് സ്റ്റോപ്പ് ലോസ് ആണ്. സ്റ്റോപ്പ് ലോസ് നിലവിലുള്ള പ്രൈസിന് താഴെയാണ്, ടാർഗറ്റ് നിലവിലുള്ള പ്രൈസിന് മേലെയാണ്. അങ്ങനെ ചെക്ക് ചെയ്യാം. നമ്മളൊരു ട്രേഡറിൽ എടുത്തിട്ടുണ്ടാവുള്ളൂ. ഇത് അതിൽ സൺഫാർമിങ് കൂടെ കിടക്കേണ്ടത് മാത്രം. ഓക്കെ, അപ്പൊ നമ്മളത് റിമൂവ് ചെയ്യണമെങ്കിൽ ക്ലാസ് അപ്പൊ അത് മാനുവലി നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാം സെലക്ട് ആവും. അതിനുശേഷം നമുക്ക് ക്യാൻസൽ ഓർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുക്കാം. അത് ഒന്നിൽ കൂടുതൽ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം അങ്ങനെ വേണ്ടു. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്യാൻസൽ ഓർഡർ ഉണ്ട്, ക്യാൻസൽ ഓർഡർ കൊടുക്കാം. മനസ്സിലായോ? അതായത് നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ ടാർഗറ്റ് റിമൂവ് ചെയ്യണം, ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് റിമൂവ് ചെയ്യണം. അപ്പൊ ഇതിലൊരു ബിഗ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, നമ്മൾ എങ്ങനെ അറിയും സ്റ്റോപ്പ് ലോസ് അടിച്ചോ ടാർഗറ്റ് അടിച്ചോ എന്ന്? ഒന്ന്. രണ്ട്, അത് റിമൂവ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം അല്ലെ? അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ലോസ് നമ്മൾ ടാർഗറ്റ് അടിച്ചു എന്ന് വിചാരിച്ചോ. മാർക്കറ്റ് ഫോർ എക്സാമ്പിൾ ആക്സിസ് ബാങ്കിൽ മുകളിലേക്ക് പോയി ഇവിടെ എത്തി. അത് കഴിഞ്ഞാൽ ആ ട്രേഡ് ആക്ച്വലി നമ്മൾ ടാർഗറ്റ് അടിച്ചപ്പോൾ ആ ട്രേഡ് ആക്ച്വലി കഴിഞ്ഞു. പക്ഷെ അവിടെ ഓൾറെഡി ഒരു സെൽ ഓർഡർ എടുക്കുന്നുണ്ട് സ്റ്റോപ്പ് ലോസ് ആയിട്ട്. അപ്പൊ എന്തുണ്ടാവും വെച്ചാൽ മാർക്കറ്റ് വീണ്ടും തിരിച്ചു വന്ന്, സാധാരണ നിലയ്ക്ക് അതിന് സാധ്യത വളരെ കുറവാണ്, മാർക്കറ്റ് വീണ്ടും തിരിച്ചു വന്ന് ഇൻ കേസ് സ്റ്റോപ്പ് ലോസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും സെല്ലാവും. മനസ്സിലായോ? അപ്പൊ അത് സെല്ലാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാനുവലി അത് ക്യാൻസൽ ചെയ്യണം. അല്ലെങ്കിൽ വീണ്ടും പോയിട്ട് മാർക്കറ്റ് അവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഷോർട്ട് സെല്ല് നടക്കും. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ എക്സ്ചേഞ്ചും ബ്രോക്കേഴ്സും വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് പരമ്പരാഗതമായിട്ട് ഇങ്ങനെ തന്നെയാണ് ഈ ഓർഡർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ലോസിന്റെ അടുത്തും ടാർഗറ്റിന്റെ അടുത്തും ഓരോ അലേർട്ട് വെക്കണം. എന്നാലേ നമുക്കത് അടിച്ചു എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഒരു ട്രേഡ് ഒരു ദിവസം ചെയ്യുന്ന കേസിൽ നമുക്ക് 2 അലേർട്സുകളാണ് വേണ്ടു. അപ്പൊ ഒരു അലേർട്ട് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. മുമ്പ് നമ്മളൊരു ഓൾറെഡി ഒരു അലേർട്ട് ഇട്ടു, ആ റെഡ് ലൈനിന്റെ ആ ബ്ലൂ ലൈനിന്റെ തൊട്ട് താഴേക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് 1, 2, 3 സ്റ്റോക്കുകളിൽ ഇടേണ്ട വന്നേക്കാം. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് എടുത്താൽ പിന്നെ ആ അലേർട്സിന്റെ ആവശ്യമില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ട് അലേർട്സ് എന്ന് പറയുന്ന പേജ് ഉണ്ട്, അത് നമ്മുടെ വാച്ച് ലിസ്റ്റ് പേജിന്റെ തൊട്ടടിയിൽ അലേർട്സ്, അവിടെ പോയിട്ട് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെലീറ്റ് ഓൾ ഇനാക്റ്റീവ് അലേർട്സ് കൊടുക്കാൻ പറ്റും. അതായത് ഇവിടെ ഇനാക്റ്റീവ് ആയിട്ട് കിടക്കുന്നതെല്ലാം ഡെലീറ്റ് ആവും. ഇനി വേണമെങ്കിൽ നമുക്ക് ഡെലീറ്റ് ഓൾ ആക്റ്റീവ് നമുക്ക് കളയാം, കാരണം നമുക്ക് പിന്നെ അലേർട്സിന്റെ ആവശ്യമില്ലല്ലോ. അതിനുശേഷം നമ്മൾ ടാർഗറ്റിലും സ്റ്റോപ്പ് ലോസിലും ഒരു സെപ്പറേറ്റ് അലേർട്സുകൾ വെക്കുക. അപ്പൊ നമ്മൾ ഓൾറെഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2, 3 സ്റ്റോക്സുകളിൽ നമ്മൾ അലേർട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം, ഡെലീറ്റ് ഓൾ അലേർട്സ് കൊടുക്കാം. അപ്പൊ 3 വെച്ചിട്ടുണ്ടെങ്കിൽ 3 അലേർട്ട് ഡെലിറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എടുത്ത സ്റ്റോക്കിന്റെ ടാർഗറ്റിലും സ്റ്റോപ്പ് ലോസിലും ഓരോ അലേർട്ട് വെക്കുക. അപ്പൊ ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് മാനുവലി ക്യാൻസൽ ചെയ്യും. അത് ഓർഡർ പേജിലാണ് പോകേണ്ടത്, പൊസിഷൻ പേജിലല്ല. നേരെ മറിച്ചു, സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ ടാർഗറ്റ് ക്യാൻസൽ ചെയ്യും. ഇനി ഇത് രണ്ടും അടിച്ചില്ലെങ്കിൽ 3 മണിക്ക് നമ്മൾ ഒരു അലാറം മൊബൈലിൽ സെറ്റ് ചെയ്യുക. അലാറം അടിക്കുമ്പോൾ നമ്മൾ മാനുവലി എക്സിറ്റ് ചെയ്യുക. എക്സിറ്റ് ചെയ്തതിനു ശേഷം ഈ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസും അങ്ങനെ തന്നെ ക്യാൻസൽ ചെയ്യാം. മനസ്സിലായോ? അപ്പൊ അതാണ് അതിന്റെ ശരിയായ രീതി. അപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ 3 മണിക്ക് നമ്മൾ ഓൾറെഡി പൊസിഷൻസിൽ പോയിട്ട് മാനുവലി എക്സിറ്റ് ചെയ്തു എന്ന് വിചാരിച്ചു. അപ്പോഴും ഈ ഓർഡേഴ്സിൽ എന്ത് കിടക്കണ്ടാവും? സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കിടക്കണ്ടാവും. സാധാരണ നിലയ്ക്ക് അതിനുശേഷം ആ 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്കോ ടാർഗറ്റിലേക്കോ എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ മാർക്കറ്റ് ഫിനിഷ് ചെയ്യണ സമയത്ത് പൊതുവേ നല്ല വോളറ്റൈലിറ്റി ഉണ്ടാവാറുണ്ട്.
മാർക്കറ്റിൽ ഫ്യൂരിയസ് ആയിട്ടുള്ള മൂവ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാറുണ്ട്. അപ്പോൾ വളരെ അപൂർവം സമയങ്ങളിൽ ഒരു 10% 20% സമയങ്ങളിൽ വീണ്ടും നമ്മുടെ ടാർഗറ്റിലേക്ക് സ്റ്റോപ്പ് ലോസിലേക്ക് വന്നാൽ അവിടെ പുതിയൊരു ട്രേഡ് എക്സിക്യൂട്ട് ആവാണ്. അപ്പൊ അത് സംഭവിക്കാതിരിക്കാൻ ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ ഈ ഒരു ട്രേഡ് കഴിയണമെങ്കിൽ നമ്മൾ മാനുവലി 3 മണിയാകുമ്പോൾ എക്സിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഓർഡർ പേജിൽ വന്നിട്ട് അപ്പൊ നമുക്ക് കാണാൻ പറ്റും എന്താണ് ഇതുപോലൊരു ടാർഗറ്റ് ഉണ്ടാവും, സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഈ സൺഫാർമയുടെ ഈ ഒരു ഇതെടുത്ത് കളയുന്നുണ്ട്, ഓർഡർ എടുത്ത് കളയുന്നുണ്ട്, കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ. അത് പോയി. അപ്പൊ പൊസിഷൻസിൽ പോയിട്ട് ആ സൺഫാർമയും എക്സിറ്റ് ചെയ്യുന്നുണ്ട്, മാനുവലി എക്സിറ്റ് ചെയ്തിടുന്നുണ്ട്. സൺഫാർമ മാനുവലി എക്സിറ്റ് ചെയ്തിടുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഓർഡറിൽ പോയി കഴിഞ്ഞാൽ ആക്സിസ് ബാങ്ക്, അപ്പൊ നമ്മൾ ഒരു സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ ആക്സിസ് ബാങ്കിന്റെ 2 ഓർഡേഴ്സ് ആണ് ഇവിടെ കാണാൻ പറ്റുക. അപ്പൊ അത് നമുക്ക് ഇവിടെ ക്ലിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ 2 ഒരുമിച്ച് സെലക്ട് ആവും, ക്യാൻസൽ ഓർഡർ കൊടുക്കാം. അപ്പൊ അത് മാനുവലി എക്സിറ്റ് ചെയ്തതിന് ശേഷം വേണം ചെയ്യാൻ. ക്ലിയർ ആയോ? അതായത് ഇൻ ഷോർട്ട് ഇത്രേ ഉള്ളൂ. നമ്മളിത് ഓട്ടോ സ്ക്വയർ ഓഫ് ചാർജ് പിടിക്കാതിരിക്കാൻ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് 15 മിനിറ്റ് മുമ്പ്, 3:30 മാർക്കറ്റ് ക്ലോസ് എങ്കിൽ 3:15 നമ്മുടെ ഓട്ടോ സ്ക്വയർ ഓഫ് ടൈം. ചില ബ്രോക്കേഴ്സ് അത് 3:18, ചില ബ്രോക്കേഴ്സിൽ അത് 3:20. അപ്പൊ എപ്പോഴും നമ്മൾ 3 മണിക്ക് ഒരു അലാറം വെച്ച് എക്സിറ്റ് ചെയ്യണതാണ് ഏറ്റവും സേഫ്. കാരണം 3 മണിക്ക് ശേഷം അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് ഉണ്ടാവാറ്. ചിലപ്പോൾ മാർക്കറ്റ് വളരെയധികം മൂവ്മെന്റ് ഉണ്ടാക്കും, ചിലപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകും. അപ്പോൾ 3 മണിക്ക് ശേഷം നമുക്ക് സ്പ്രെഡ് എഫക്റ്റ് വളരെ കൂടുതലായിരിക്കും. സ്പ്രെഡ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് കാണാം. സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ക് പ്രൈസും ബിഡ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസം, വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അത് കൂടുന്തോറും നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പൊ എന്താണ് സ്പ്രെഡ് എന്നുള്ളത്, എങ്ങനെയൊക്കെയാണ് നമുക്ക് കുറയ്ക്കാന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പൊ സ്പ്രെഡ് എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 മണിക്ക് ശേഷം മാർക്കറ്റിൽ കളിക്കുന്നത് നല്ലതല്ല. ഒരു എൻട്രി എടുക്കുന്നത് നല്ലതല്ല, നിലവിലുള്ള എൻട്രി ഹോൾഡ് ചെയ്യണം നല്ലതല്ല. അപ്പൊ 3 മണിക്ക് ഒരു അലാറം വെച്ചിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നു, മാർക്കറ്റ് ഓർഡർ എക്സിറ്റ് ചെയ്യുന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന സ്റ്റോപ്പ് ലോസും ടാർഗറ്റും നമ്മൾ തന്നെ മാനുവലി ക്യാൻസൽ ചെയ്യണം. അത് 3 മണി വരെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് അടിക്കാതിരുന്നാൽ, അതിനു മുമ്പ് ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ ഒരു 12 മണിക്ക് ടാർഗറ്റ് അടിച്ചാൽ സ്റ്റോപ്പ് ലോസ് മാനുവലി എക്സിറ്റ് ചെയ്യണം. 12 മണിക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ ടാർഗറ്റ് മാനുവലി എക്സിറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? ഇപ്പൊ ഈ സൺഫാർമ 3 മണിക്ക് നിങ്ങൾ പറയുന്നത് ഇപ്പൊ സെല് ചെയ്തിരിക്കുകയാണ്, അത് 3 മണിക്ക് ലിമിറ്റ് ഇട്ടിട്ടല്ലേ ബൈ ചെയ്യേണ്ടത്? അല്ല, മാർക്കറ്റിലിട്ടിട്ട് മാർക്കറ്റിലിട്ടിട്ട് ബൈ ചെയ്യണം. അതായത് മാർക്കറ്റിലിട്ടാലാണ് ആ ടൈമിൽ തന്നെ എക്സിക്യൂട്ട് ആവുള്ളൂ. ലിമിറ്റ് ഓർഡർ, സ്റ്റോപ്പ് ലോസ് ഓർഡർ ഒക്കെ പെൻഡിങ് ഓർഡേഴ്സ് ആണ്. അത് വരും ടൈമിൽ ഇന്ന പ്രൈസിൽ എത്തുമ്പോൾ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഡേഴ്സ് ആണ്. മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള പൈസന് തിരിച്ചു വാങ്ങാണ്. നമ്മൾ ഷോർട്ട് സെൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള പൈസക്ക് തിരിച്ച് വിൽക്കാണ്. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ ഇത് നമ്മളിപ്പോ 1000 രൂപയ്ക്ക് 2000 രൂപയ്ക്ക് ചെയ്യുമ്പോൾ ഒരു വിഷയമല്ല, ഇത് മറന്നാലും വിഷയമല്ല അല്ലെ? പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ 1 lakhനോ 5 lakhനോ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ അതിൽ ചെറിയ മിസ്റ്റേക്ക് പോലും ഒരു ദിവസം 3000, 5000, 8000 രൂപയുടെ വ്യത്യാസം ഉണ്ടാക്കും. അപ്പൊ ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് വളരെ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്താൽ തന്നെയാണ് നമുക്ക് മാർക്കറ്റിൽ ഒരു 5% 6% ഉണ്ടാക്കാൻ പറ്റുക. അപ്പൊ ഫോർ എക്സാമ്പിൾ 1 ലക്ഷം രൂപയ്ക്ക് 5000 രൂപ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി, ഒരു ഇൻട്രാഡേ ട്രേഡർ, ഇതുപോലുള്ള ചെറിയ സില്ലി മിസ്റ്റേക്സുകളിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് 3000, 4000 രൂപയുടെ മാറ്റമായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ടാർഗറ്റ് അടിച്ചു എന്ന് വിചാരിക്കുക, നമ്മൾ സ്റ്റോപ്പ് ലോസ് ക്യാൻസൽ ചെയ്യാൻ മറന്നുപോയി എന്ന് വിചാരിക്കുക. ചില ദിവസങ്ങളിൽ മാർക്കറ്റ് തിരിച്ചടിച്ച് ആ സ്റ്റോപ്പ് ലോസ് ആക്റ്റീവ് ആവും. അത് 2 മണിയാകുമ്പോൾ ആക്റ്റീവായി കിടക്കണ്ടാവും. നമ്മളിത് അറിയുന്നത് 3 മണിക്ക് അലാറം നമ്മുടെ മറ്റേ അലാറം അടിക്കുമ്പോൾ എക്സിറ്റ് ചെയ്യാൻ സമയത്ത് നമ്മൾ ബൈ ആണല്ലോ ചെയ്തത്, ഇപ്പൊ ഇത് സെല്ലാണല്ലോ കിടക്കുന്നത് അല്ലെ? ബൈ ചെയ്തതിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടി, ഒരു 7000 രൂപ പ്രോഫിറ്റ് കിട്ടി, അല്ലെങ്കിൽ ഒരു 5000 രൂപ പ്രോഫിറ്റ് കിട്ടി എന്ന് വിചാരിച്ചു. 1% മൂവ് ഉണ്ടായി, 5000 രൂപ പ്രോഫിറ്റ് കിട്ടി. പക്ഷെ ആ പ്രോഫിറ്റ് അവിടെ നിൽക്കുന്നില്ല, അതിൽ നിന്നൊരു 3000 രൂപ തിരിച്ച് താഴേക്ക് പോകുമ്പോൾ ലോസ് വരാണ്. അപ്പൊ ആക്ച്വലി ആ 3000 രൂപ അന്നൊരു മിസ്റ്റേക്ക് കൊണ്ട് നമുക്ക് പോയി. കാര്യം 5000 രൂപ പ്രോഫിറ്റ് കിട്ടിയെന്നാണ് 3000 രൂപ പോയെങ്കിലും അത് വേറൊരു ദിവസം ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന 5000 ആയിരുന്നു. അപ്പൊ ആക്ച്വലി നമുക്ക് 3000 രൂപ നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് പോകുന്നതിന് സംബന്ധം തന്നെയാണ്. അപ്പൊ ഇതുപോലുള്ള ചെറിയ മിസ്റ്റേക്സുകൾ എപ്പോഴും പിന്നെ വീണ്ടും മാർക്കറ്റ് തിരിച്ചു വന്ന് പ്രോഫിറ്റിലാവാനുള്ള സാധ്യത കുറവാണ്. കാരണം മാർക്കറ്റ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ
ഓൾറെഡി എക്സിക്യൂട്ട് ആയി അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള മിസ്റ്റേക്സുകളൊക്കെ നമ്മൾ ഈ ചെറിയ പൈസയ്ക്ക് ഒരു ക്വാണ്ടിറ്റി വെച്ച് ട്രേഡ് ചെയ്യണ ആ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ ക്ലിയർ ചെയ്യാൻ നോക്കുക. അപ്പൊ ഇന്ന് നമ്മൾ കണ്ട കാര്യങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന് ശേഷം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരാം. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ വീണ്ടും റീവാച്ച് ചെയ്തിട്ട് ആ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സുകൾ അല്ലെ, ഒരു ഇൻട്രാഡേ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു കുറച്ച് കാര്യങ്ങൾ 10 കൂട്ടം കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 10 ടിപ്സ് അല്ലെ, തെറ്റുപറ്റാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് ടോട്ടലി റിവൈസ് ചെയ്താലോ. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഇൻട്രാഡേ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഈ ഒരു സ്ട്രാറ്റജീനെ ബേസ് ചെയ്ത് തന്നെ എഴുതി വെക്കാം. അപ്പൊ അത് അതിൽ ഓരോന്നും ചെക്കിട്ട് നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ട്രേഡ് എടുത്ത് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ മിസ്റ്റേക്സുകൾ പെട്ടെന്ന് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. കോൺഷ്യസ് ആയിട്ട് നമ്മൾ അതിന് എഫേർട്ട് എടുത്താൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കോൺഷ്യസ് ആയിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു 3-4 ദിവസം കൊണ്ട് തന്നെ എല്ലാ മിസ്റ്റേക്സുകളും ഒഴിവാക്കാൻ പറ്റും. ഇത് വളരെ കാഷ്വൽ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ മിസ്റ്റേക്സുകൾ ഇങ്ങനെ അവിടെ കിടക്കും. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് 15 മിനിറ്റിന്റെ ഒരു മറവസമാണ്. അവിടെ തെറ്റ് പറ്റാനുള്ള സാധ്യത ഇന്ന് ഞാൻ പലരോടും സ്റ്റോക്കുകൾ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ചിലര് ബോഡീനെ കമ്പയർ ചെയ്യുമ്പോൾ 5-1 താഴെ വിൽക്കും പാടുള്ളൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ വിൽക്കുള്ളവർ 1-2 പേര് പറയുകയുണ്ടായി. അപ്പൊ ഫസ്റ്റ് മിസ്റ്റേക്ക് നമുക്ക് പറ്റാൻ സാധ്യതയുള്ളത് മറബസും അല്ലാത്തൊരു ക്യാൻഡിൽ നമ്മൾ സെല് ചെയ്യാനോ ബൈ ചെയ്യാനോ നോക്കുന്നതാണ് അല്ലെ. അതൊരു സ്ട്രാറ്റജി മിസ്റ്റേക്ക് ആണ്. രണ്ടാമത്തെ എവിടെയായിരുന്നു നമുക്ക് മിസ്റ്റേക്ക് പറ്റാനുള്ള സാധ്യത? ആർക്കെങ്കിലും ഓർമ്മയില്ല? പതിനഞ്ച് മിനിറ്റിന്റെ ഓപ്പൺ ക്രോസ് ചെയ്ത് അപ്പൊ തന്നെ സെല് ചെയ്യാനുള്ള ടെൻഡൻസി നമുക്ക് വരും. നമുക്ക് പൈസക്ക് വളരെ അത്യാവശ്യമാണ്, നമുക്ക് സമയമാണെങ്കിൽ ഇല്ലതാനും. അപ്പൊ വേഗം ട്രേഡ് ചെയ്തിട്ട് വേഗം സിനിമയ്ക്ക് പോകണം, വേഗം പുറത്തേക്ക് പോകണം, വേഗം മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകണം എന്നുള്ളൊരു തിരക്ക് നമുക്കുണ്ട് മനസ്സിൽ അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മളിത് ക്രോസ് ചെയ്യുമ്പോഴേക്കും ഇനിയിപ്പോ എന്തായാലും അവിടെ ക്ലോസ് ചെയ്തോളല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പെട്ടെന്ന് ബൈ ചെയ്യും. അപ്പൊ അത് മുകളിലേക്ക് ഒരു വിക്ക് ഇട്ടിട്ട് താഴത്തേക്ക് പോരും. അപ്പൊ നമ്മളുടെ റൂൾസിനെ നമ്മൾ വയലേറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ക്രോസ് ചെയ്താൽ പോരാ, ക്രോസ് ചെയ്ത് അവിടെ സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്യണം, അവിടെ ഹോൾഡ് ചെയ്യണം. അപ്പൊ അടുത്ത ക്യാൻഡില്, അതായത് ഫോർ എക്സാമ്പിൾ 9:30 നമ്മൾ 15 മിനിറ്റിന്റെ ക്യാൻഡില് റെഡിയായി, 9:30 തുടങ്ങി, അടുത്ത 3 മിനിറ്റിന്റെ ക്യാൻഡില് അനങ്ങി തുടങ്ങി, 9:33 അതിന്റെ ക്ലോസ് കിട്ടേണ്ടത് അല്ലെ. അപ്പൊ 9:34 അടുത്ത ക്യാൻഡില് മൂവ് ചെയ്യാൻ തുടങ്ങും, അടുത്ത ക്യാൻഡിൽ പ്ലോട്ട് ആവും, അപ്പോഴാണ് നമ്മൾ ട്രേഡ് എടുക്കാവും. അപ്പൊ മിസ്റ്റേക്ക് നമ്പർ 2 എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ക്രോസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാതെ ട്രേഡ് എടുക്കുക, ക്ലോസ് ചെയ്ത ഉടനെ തന്നെ ചാടിക്കയറി ട്രേഡ് എടുക്കുക. ഇതാണ് മിസ്റ്റേക്ക് നമ്പർ 2. പിന്നെ എവിടേക്കാണ് നമുക്ക് മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത? ഒന്ന് ഓർത്ത് നോക്കൂ. നമ്മൾ ഈ മർബസു ക്യാൻഡിലിന്റെ ഈ മർബസു ക്യാൻഡിലിന്റെ വിക്കിന്റെ കാര്യം ബോഡിയുടെ 1/5 വേണമെന്ന് പറയുന്നത് താഴത്തെ വിക്കാണോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? നമ്മൾ എടുത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു, ബെയറിഷ് മർബസു ആണെങ്കിൽ താഴത്തെ വിക്ക് മാത്രമാണ് നോക്കണ്ടു. മുകളിലത്തെ വിക്ക് വലുതായാലും കുഴപ്പമില്ല, ചെറുതായാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ബുള്ളിഷ് മർബസു ആണെങ്കിൽ മുകളിലെ വിക്ക് മാത്രമാണ് നോക്കണ്ടു. ഓക്കെ. അപ്പോ രണ്ടാമത്തെ മിസ്റ്റേക്ക് നമ്മൾ പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്യാതെ ട്രേഡ് എടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ മിസ്റ്റേക്ക് എവിടെയാണ് വരിക? സ്റ്റോക്ക് തെറ്റിയെടുക്കുക എന്നുള്ളതാണ് അല്ലെ. സ്റ്റോക്ക് തെറ്റിയെടുക്കുക ഒരു മിസ്റ്റേക്ക് ആണ്. NSE എടുക്കാൻ നോക്കാം മാക്സിമം, BSE എടുക്കരുത്. പിന്നെ ഓപ്ഷൻസ് കാണും, ഫ്യൂച്ചേഴ്സ് കാണും, അതൊന്നും എടുക്കരുത്. നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് NSE തന്നെ അല്ലേന്ന് ഉറപ്പ് വരുത്താം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ആക്സിസ് ബാങ്ക് സെർച്ച് ചെയ്യുമ്പോൾ കുറെ ഓപ്ഷൻസ് താഴേക്ക് വന്നേക്കാം. പേജ് ഹാങ് ആയിരുന്നു. ഓക്കെ, നമ്മുടെ ഈ ഒരു പേജ് ഒന്ന് ഹാങ് ആയിരുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നോ? വോയിസ് ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമ്മള് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആക്സിസ് ബാങ്ക് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ആദ്യം തന്നെ ആക്സിസ് ബാങ്ക് NSE കാണിക്കും സ്റ്റോക്ക്, ആക്സിസ് ബാങ്ക് BSE കാണിക്കും, പിന്നെ അതിനുശേഷം ഫ്യൂച്ചേഴ്സ് കാണിക്കും, ഓപ്ഷൻസ് കാണിക്കും. അപ്പൊ അതിൽ മിസ്റ്റേക്ക് പറ്റാതെ NSE എന്ന് പറയുന്നത് തന്നെ സെലക്ട് ചെയ്യാൻ നോക്കാം.
അപ്പൊ NSE എന്ന് പറയുമ്പോൾ ഏകദേശം കുറച്ചുകൂടി ഫിൽട്ടേർഡ് ആയിട്ടുള്ളൊരു എക്സ്ചേഞ്ച് ആണ് BSE കമ്പയർ ചെയ്യും. BSE ഏകദേശം ഒരു 5000-ഓളം സ്റ്റോക്സുകളുണ്ട്. NSE ഏകദേശം 2000-ലധികം സ്റ്റോക്സുകളുണ്ട്. അപ്പോൾ BSE എടുക്കാതിരിക്കുക, NSE എടുക്കുക. അതൊരു സില്ലി കാര്യമാണ്. ഇപ്പൊ തെറ്റിയാലും വലിയ കുഴപ്പമില്ലാത്ത കാര്യമാണ്. അപ്പൊ നമുക്ക് ആ സ്റ്റോക്കിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന സ്ഥിതിക്ക് അത് കുഴപ്പമില്ല. കാരണം എന്താ, വലിയ സ്റ്റോക്സുകൾ Nifty 50-ലുള്ളത് പലപ്പോഴും BSE-ലും NSE-ലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതല്ലാത്ത സ്റ്റോക്കുകളാണെങ്കിൽ. പിന്നെ മിസ്റ്റേക്ക് പറ്റാൻ എവിടെയാണ് സാധ്യത? ഇൻട്രാഡേ ചൂസ് ചെയ്യാതിരിക്കുക. അതായത് ഡെലിവറിയിലായിരിക്കും കിടക്കണ്ടാവുക. ആ ഡെലിവറി തന്നെ ഇട്ടിട്ട് നമ്മൾ ബൈ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് പിന്നെ വരാൻ സാധ്യതയുള്ള മിസ്റ്റേക്ക്. അപ്പൊ നമുക്ക് ലിവറേജ് കിട്ടില്ല എന്ന് മനസ്സിലാക്കുക. തന്നെയല്ല, നമ്മളത് ഡെലിവറി എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് അത് വാങ്ങുകയാണ് അല്ലെ. അപ്പൊ അത് സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവർക്ക് വേണ്ടി ഉള്ള പരിപാടിയാണ്. അപ്പൊ നമ്മൾ ഇൻട്രാഡേ തെറ്റി കിടക്കണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക. പിന്നെ എവിടെയാണ് മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത? സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ മാർക്കറ്റ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ലിമിറ്റ് ഓർഡർ ആയിട്ട് കിടക്കണ്ടെങ്കിൽ അത് അപ്പം എക്സിക്യൂട്ട് ആവണമെന്നില്ല, ചിലപ്പോൾ ആയേക്കാം. അപ്പൊ നമ്മൾ മാർക്കറ്റ് ഓർഡറിനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അല്ലെ. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർജറ്റും അളക്കുന്നതിൽ വരുന്ന മിസ്റ്റേക്ക്. അപ്പൊ ഇവിടെ ഒരു മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത, നമ്മൾ ആക്ച്വലി ബ്ലൂ ലൈനിലാണ് എൻട്രി എന്ന് തെറ്റിദ്ധരിക്കുന്നത് അല്ലെ. ആക്ച്വലി നമ്മുടെ എൻട്രി ബ്ലൂ ലൈനിലല്ല. നമ്മൾ ബ്ലൂ ലൈനിലാണ് എൻട്രി എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ബേസ് ചെയ്ത് നമ്മൾ ടാർജറ്റ് വെക്കുന്നത് തെറ്റും അല്ലെ. അപ്പൊ നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് ആ 3 മിനിറ്റ്സിന്റെ കാൻഡിൽ ക്ലോസ് ചെയ്യുന്ന ടൈമിലാണ് നമ്മുടെ എൻട്രി. ചിലപ്പോൾ നമുക്ക് എൻട്രി കിട്ടിയേക്കുന്നത് അതിനേക്കാൾ കുറച്ച് മേലെ നിന്നായിരിക്കാം. അപ്പൊ അവിടെയാണ് നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്യേണ്ടത്. അപ്പൊ ബ്ലൂ ലൈനിൽ തന്നെ എൻട്രി പ്ലേസ് ചെയ്യുന്നത് ഒരു മിസ്റ്റേക്ക് ആണ്. നമുക്ക് കിട്ടിയേക്കുന്ന പ്രൈസ് ഇവിടെയാണെങ്കിൽ അവിടെ തന്നെയാണ് എൻട്രി പ്ലേസ് ചെയ്യേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ടാർജറ്റ് 1-1 വെക്കുമ്പോൾ ടാർജറ്റിൽ മാറ്റം വരും. ഫോർ എക്സാമ്പിൾ, ബ്ലൂ ലൈനിലാണ് എൻട്രി എങ്കിൽ നമ്മൾ എവിടെയാണ് ടാർജറ്റ് വെക്കുക? ഇവിടെയാണ് ടാർജറ്റ് വെക്കുക അല്ലെ. അപ്പൊ ഞാനതൊരു ഒന്ന് മാർക്ക് ചെയ്യാം. ഒരു സിയാൻ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആക്ച്വൽ നമ്മുടെ ടാർജറ്റ് എവിടെ വേണം? നമുക്ക് സ്റ്റോക്ക് എടുക്കാൻ കഴിഞ്ഞത് ഇവിടെയാണ്. അപ്പൊ ഇവിടെ തുടങ്ങി ഇവിടെ വരെ വരുമ്പോൾ നമുക്ക് 50 രൂപ ലോസ് വരാവുന്ന തരത്തില്, അല്ലെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ 1000 രൂപ ലോസ് വരാവുന്ന തരത്തിലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് 1000 രൂപ തന്നെ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഇവിടെ വരെ വന്നാൽ പോരാ. ഇവിടെ വന്നാൽ എത്ര പ്രോഫിറ്റ് കിട്ടും? 500 രൂപ കിട്ടുള്ളൂ, പകുതി ആയിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും ടാർജറ്റ് അടിക്കണമെങ്കിൽ എവിടെ അടിക്കണം? ഇവിടത്തെ. ഇതാണ് നമ്മളുടെ റിയൽ ടാർജറ്റ്. അപ്പൊ കണ്ടോ, ചെറിയ മിസ്റ്റേക്ക് ആണത്. പക്ഷെ അതിലുണ്ടാവുന്ന മാറ്റം കണ്ടോ? നമുക്ക് 1000 രൂപ റിസ്ക് എടുക്കുമ്പോൾ 1000 രൂപ തന്നെ കിട്ടേണ്ടതല്ലേ. അതിന് പകരം 500 രൂപ 700 രൂപ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അത് നമുക്ക് നമ്മുടെ പ്രോഫിറ്റബിലിറ്റിനെ മൊത്തം ബാധിക്കല്ലേ. അപ്പൊ ഇവിടെ വരാൻ സാധ്യതയുള്ള അടുത്ത മിസ്റ്റേക്ക് ആണ്, നമ്മുടെ എൻട്രിയിൽ നിന്ന് സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരമാണ് ടാർജറ്റിലേക്കുള്ള ദൂരം സെയിം ആയിരിക്കണം. അല്ലാതെ ഒരിക്കലും ആ ബ്ലൂ ലൈനിൽ നിന്നിട്ടല്ല നമ്മൾ സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം അളക്കേണ്ടത്. പിന്നെന്തൊക്കെയാണ് അടുത്തത്? നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു. സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ വരാൻ സാധ്യതയുള്ള മിസ്റ്റേക്ക് ആണ് എന്ത്? നമ്മൾ മാർക്കറ്റ് ഓർഡർ ആയിരിക്കും അവിടെ കിടക്കണ്ടാവുക ചിലപ്പോൾ. അത് നമ്മൾ എന്താക്കണം? SLM ഓർഡർ ആക്കണം അല്ലെ. SLM ഓർഡർ ആക്കണം. പ്രൈസ് നമ്മൾ ആദ്യം പ്രൈസ് അടിച്ചു കൊടുത്തിട്ട് പിന്നീട് SLM ഓർഡർ ചൂസ് ചെയ്യണത് വളരെയധികം പ്രോബബിലിറ്റി ഉള്ള ഒരു മിസ്റ്റേക്ക് ആണ്. അപ്പൊ എന്തുണ്ടാവുക? പ്രൈസ് ആദ്യം അടിച്ചു കൊടുത്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 1000 രൂപയുടെ എക്സാമ്പിൾ പറയാം. 1000 രൂപയ്ക്ക് നമ്മൾ സ്റ്റോക്ക് വാങ്ങി 990 എന്ന് പറയുന്നത് ആദ്യം അടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ SLM ഓർഡർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇപ്പൊ നിലവിൽ നിൽക്കുന്ന പ്രൈസ് 1100 രൂപയാണെന്ന് വിചാരിച്ചു. വീണ്ടും നമ്മൾ അടിച്ചു കൊടുത്ത 990 മാറിയത് 1001 ആവും. മനസ്സിലായ? അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ആ പ്രൈസ് മാറി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അത് ബൈ ചെയ്യാൻ സെല് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ ബൈ ചെയ്താണെങ്കിൽ സെല് ചെയ്യാനല്ലേ ശ്രമിക്കുക. സ്റ്റോപ്പ് ലോസ് സെല് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്തുണ്ടാവും? അത് എക്സിക്യൂട്ട് ആവില്ല. അപ്പൊ ആദ്യം SLM ക്ലിക്ക് ചെയ്തതിന് ശേഷം വേണം പ്രൈസ് അടിക്കാൻ. പ്രൈസ് അടിച്ചിട്ട് SLM ക്ലിക്ക് ചെയ്താൽ വീണ്ടും പ്രൈസ് റീസെറ്റ് ആവും അല്ലെ. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? ടാർജറ്റ് വെക്കണം. ടാർജറ്റ് വെക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ്. ടാർജറ്റ് വെക്കാൻ ലിമിറ്റ് ഓർഡർ, സ്റ്റോപ്പ് ലോസ് വെക്കാൻ SLM ഓർഡർ. ആദ്യം തന്നെ നമ്മൾ ലിമിറ്റിലേക്ക് സെലക്ട് ചെയ്തിട്ട് വേണം പ്രൈസ് അവിടെ അടിച്ചു കൊടുക്കാൻ. അപ്പൊ ആ പ്രൈസ് കൃത്യമായിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പമായി. അപ്പൊ ഇത്രയും പോയിന്റ്സ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം ഒരു ട്രേഡ് എടുക്കുമ്പോൾ. അപ്പൊ അത് ഇന്നത്തെ ക്ലാസ്സിന് ശേഷം ഉടനെ തന്നെ പോയിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ പാനലിൽ ഒന്ന് എഴുതി വെക്കുക. ഇൻട്രാഡേ ട്രേഡിംഗ്
എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുത്തിട്ട് 1 2 3 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുക. എന്നിട്ട് മനസ്സിൽ നിങ്ങൾ ആ റൂൾസുകളൊന്ന് എഴുതി വെക്കുക, തെറ്റാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് നാളെ നിങ്ങൾ ഇത് ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ നോക്കാം. നാളെ ഇപ്പൊ നമുക്ക് ലൈവ് സെക്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല, നാളെ നിങ്ങൾ സ്വയം ഒന്ന് ചെയ്യാൻ നോക്കാം. അപ്പൊ ഇതിൽ എവിടേക്കാണ് മിസ്റ്റേക്ക് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കാം, ഒരു നോട്ട്ബുക്കും പാൻ എടുത്തിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കാം, എന്നിട്ട് ഡേറ്റ് ഇടുക. എന്നിട്ട് അതിൽ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ, നമ്മൾ തിരക്ക് കൂട്ടി ട്രേഡ് എടുക്കുമ്പോൾ എവിടേക്കാണ് മിസ്റ്റേക്ക് വരാനുള്ള ടെൻഡൻസി വരുന്നത്, അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ആക്ച്വലി ടാർഗറ്റ് അളന്നേക്കണത് ശരിയാണോ, ബ്ലൂ ലൈനിൽ നിന്നാണോ മാർക്ക് ചെയ്തേക്കണത് അതോ ആക്ച്വൽ എൻട്രി തന്നെയാണോ മാർക്ക് ചെയ്തേക്കുന്നത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 3-4 ദിവസങ്ങളിൽ നിങ്ങൾക്ക് അടിക്കടി മിസ്റ്റേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു ഈ ഒരു ആഴ്ച കൊണ്ട് നമ്മൾ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ് ഇനി ക്ലാസ് ഉണ്ടായിരിക്കുക. അപ്പൊ ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ബുധനാഴ്ച ആയിരിക്കും. അപ്പൊ ബാക്കിയുള്ള ചൊവ്വയും വ്യാഴവും നിങ്ങൾ തന്നെ സെൽഫായിട്ട് ട്രൈ ചെയ്യുക. ഈ ഒരു 5 ദിവസം കൊണ്ട് ഈ മിസ്റ്റേക്സുകൾ മാക്സിമം ക്ലിയർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ മിസ്റ്റേക്സുകൾ മാക്സിമം ക്ലിയർ ചെയ്ത് നമ്മൾ ഫ്ലുവന്റ് ആയിട്ട് പെട്ടെന്ന് ട്രേഡ് എടുക്കാനും സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് വെക്കാനും പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രീ മാർക്കറ്റ് അനാലിസിസ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളതും, ഈ 5-6 ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മോർണിംഗിൽ ഫാസ്റ്റ് ആയിട്ട് ഫൈൻഡ് ചെയ്തിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് നോക്കി അങ്ങനെ ചൂസ് ചെയ്യാം. ചാർട്ട് അനാലിസിസിന്റെ വെളിച്ചത്തിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് നോക്കി അങ്ങനെ ചൂസ് ചെയ്യാന്നുള്ളതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ കാണാം. ഈ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം വരും ആഴ്ചകളിൽ നമുക്ക് കാണാം. അപ്പൊ ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ ചോദിക്കുക, അതിനുശേഷം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആ കാൻഡിഡേറ്റ്സിക്ക് മെഷർ ചെയ്യുന്ന ഒന്നുകൂടെ ഒന്ന് കാണിക്കുക. അത് മെഷർ ആക്കാൻ പറ്റുന്നില്ല. ഓക്കെ, കാൻഡിൽസ്റ്റിക് മെഷർ ചെയ്യുന്നത് അതാ 15 മിനിറ്റിന്റെ ക്യാൻഡിലേക്ക് നമ്മൾ തിരിച്ചു വന്നു. അപ്പൊ ഫസ്റ്റ് 15 മിനിറ്റിന്റെ ക്യാൻഡിൽ, അതിന് മുകളിലുള്ള വിക്ക് ആ ബോഡിയുടെ 5-1 താഴെ ആയിരിക്കണം. അപ്പൊ അതറിയാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ? അല്ല, അത് കുഴപ്പമില്ല. അല്ലല്ല, ഓക്കെ, ആ സ്കെയില് വെച്ച് അതേ വെച്ച് കഴിയുമ്പോ ആ കറക്റ്റ് ഒരു ഇത് കിട്ടുന്നില്ല. സ്കെയിലെ വെച്ച് കഴിയുമ്പോ ഇപ്പൊ സൺഫാർമ ആക്സിസ് ബാങ്ക് പറയൂ. ആക്സിസ് ബാങ്കിലാണല്ലോ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്, പറഞ്ഞോ. ഓക്കെ, ഒരു മിനിറ്റ്. ആക്സിസ് ബാങ്ക് ഒന്ന് എടുത്തോ. ഇവിടെ നോക്കിയാൽ മതി. സ്ക്രീൻ കാണുന്നില്ലേ? സ്ക്രീൻ ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ? ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ലെഫ്റ്റ് സൈഡില് സെന്ററിൽ സ്കെയിലിന്റെ ഒരു ബട്ടൺ ഉണ്ട്, മെഷർ. അതെടുത്തിട്ട് ആദ്യം ബോഡി അളന്ന് നോക്കാം. ബോഡി, അപ്പൊ ബോഡി ഇവിടെ എത്രയാണ്? ഏകദേശം 5 രൂപ 50 പൈസ. അത് കഴിഞ്ഞതിന് ശേഷം വിക്കും അളന്ന് നോക്കാം. അപ്പൊ വിക്ക് എത്ര രൂപയിൽ താഴെ പാടുള്ളൂ? 1 രൂപ 20 പൈസക്കാളും താഴെ പാടുള്ളൂ. ബോഡി അളക്കാനായിട്ട് ആ ഇത് എവിടെയാ ക്ലിക്ക് ചെയ്യേണ്ടത്? ബോഡി അളക്കണമെങ്കിൽ നമ്മൾ മെഷർ ടൂൾ എടുത്തിട്ട് ഈ ബോക്സ് ഇവിടം തുടങ്ങി ഇവിടം വരെ അളക്കാം. ഡ്രാഗ് ചെയ്യാം. അപ്പൊ ഇത് നിങ്ങൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ എവിടെ ക്ലിക്ക് ചെയ്യണ്ടേ? അതിന്റെ സെന്ററിൽ ക്ലിക്ക് ചെയ്യണോ അതോ ആ ബോഡി അതിന്റെ ടോപ്പ് ടു ബോട്ടം അല്ലെങ്കിൽ ബോട്ടം ടു ടോപ്പ് അളക്കാം? അതെങ്ങനെ അളന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് മുകളിൽ നിന്ന് താഴേക്ക് അളക്കാം, താഴെ മുകളിലേക്ക് അളക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അത് ബോഡി 10 രൂപ ഉണ്ടെങ്കിൽ വിക്ക് 2 രൂപയേക്കാളും കുറവാണെന്ന് ഉറപ്പ് വരുത്താം. ഇത് ആദ്യത്തെ ദിവസങ്ങളിൽ നിങ്ങൾ അളന്നൊക്കെ നോക്കാം. ഒരു 5-6 ദിവസം അളന്ന് നോക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അളക്കേണ്ട വരില്ല. ഏകദേശം കണ്ടാ അറിയാം 5-1 ബോഡി അല്ലെ? നമുക്ക് വിഷ്വലി അത് കണക്ട് ചെയ്യാൻ നോക്കാം. അപ്പൊ ഇത് പ്രാക്ടിക്കലി നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ അളന്ന് നോക്കാൻ പറയണത്. റിയാലിറ്റിയിൽ നിങ്ങളൊന്നും അളന്ന് നോക്കാൻ സമയം കിട്ടില്ല. കാരണം നമ്മൾ ഈ 30 സ്റ്റോക്ക് ഫാസ്റ്റ് ആയിട്ട് അനലൈസ് ചെയ്തിട്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണം ആദ്യം കട്ട് ചെയ്യണം അങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾ ഇതൊക്കെ അളന്നൊക്കെ നോക്കുക. പിന്നെ അളന്ന് നോക്കണ്ട, കണ്ണിൽ കണ്ട് മനസ്സിലാക്കാൻ നോക്കുക. അപ്പൊ നിങ്ങൾക്കൊരു കൺഫർമേഷൻ ഇല്ല, കുറച്ച് വലിയ വിക്കാണെന്ന് തോന്നണമെങ്കിൽ അടുത്ത സ്റ്റോക്ക് അപ്പ വേറെ ഉണ്ടാവും. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 9:30 മുതൽ 33 വരെയുള്ള 3 മിനിറ്റ് കൊണ്ട് 30 സ്റ്റോക്കുകൾ നിങ്ങൾ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും ഒരു സ്റ്റോക്ക് ഒരു 2-3 സെക്കൻഡ് നോക്കേണ്ട കാര്യമുള്ളൂ അല്ലെ? സ്റ്റോക്കിൽ 2-3 സെക്കൻഡ് നോക്കിയാൽ നമ്മൾ ഈ ബുള്ളിഷ് മർവസ് ആണോ ബെയറിഷ് മർവസ് ആണോ എന്ന് അറിയാലോ. അപ്പോ 3x30 90 സെക്കൻഡേ ഇതിന് ആവശ്യമുള്ളൂ. 90 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1.5 മിനിറ്റ്. അതിൽ നിങ്ങൾ കുറച്ചൊക്കെ റെസ്റ്റ് എടുത്തിട്ട് നോക്കിയാലും
3 മിനിറ്റ് കൊണ്ട് നമുക്ക് 30 സ്റ്റോക്കെങ്കിലും മിനിമം നോക്കുക. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് റെഡ് ലിസ്റ്റിലിട്ട് പോവുക. അപ്പൊ അവസാനം നമുക്ക് ഒരു 5 or 6 സ്റ്റോക്കുകൾ കിട്ടണം ഏകദേശം. ചില ദിവസങ്ങളിൽ 2 ആയിരിക്കും, ചില ദിവസങ്ങളിൽ 10 ഉണ്ടാവും. അപ്പൊ ആവറേജ് ഒരു 5 or 6 സ്റ്റോക്കുകൾ ഒരു ദിവസം നമുക്ക് കിട്ടണം. അത് എങ്കിലേ അതിൽ നമുക്ക് നല്ലത് നോക്കി ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിലേറ്റവും ഇനി കുറച്ച് വരാൻ പോകുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കുറച്ച് ക്രൈറ്റീരിയാസും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, മിനിമം ഒരു സൈസ് ഉണ്ടായിരിക്കണം കാൻഡിലിന്, മാക്സിമം ഇത്ര സൈസിലും കൂടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കണ്ടീഷൻസും കൂടി ആഡ് ചെയ്യും. ഇപ്പൊ ഇത് നമുക്കൊന്ന് ഫ്ലുവന്റ് ആയതിനു ശേഷം കൂടുതൽ കണ്ടീഷൻസ് അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ അതിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് നോക്കി ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ചില ദിവസങ്ങളിൽ നമ്മൾ ബുള്ളിഷ് കാൻഡിൽ മാത്രമേ എടുക്കുള്ളൂ, ചില ദിവസങ്ങളിൽ നമ്മൾ ബാരിഷ് കാൻഡിൽ മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ഈ ചെയ്യുന്നതിന് മുമ്പ്, നമ്മൾ ഈ ട്രേഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മാർക്കറ്റിനെ കുറിച്ചൊരു നല്ല അവയർനെസ് ഉണ്ടാക്കിയെടുക്കണം. ഇന്ന് നിഫ്റ്റി അങ്ങോട്ട് പോകാനാണ് സാധ്യത, അതിനുവേണ്ടി നമ്മൾ നിഫ്റ്റി അനലൈസ് ചെയ്യാൻ മനസ്സിലാക്കണം. പ്രീ മാർക്കറ്റ് അനാലിസിസ്, പല പല ഫാക്ടേഴ്സുകൾ ഉണ്ട്, അത് അനലൈസ് ചെയ്യണം. അപ്പൊ അതൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ അവസാനം ഒരു ട്രേഡ് എടുക്കുക. അപ്പൊ ഇന്ന് നമ്മൾ ഇതൊന്നും നോക്കണ്ട, ഏതെങ്കിലും ഒരു ട്രേഡ് നമ്മൾ പഠിച്ച റൂൾസുകൾ വെച്ചിട്ട് ഒരു ട്രേഡ് എടുക്കാൻ നോക്കാം ഈ ദിവസങ്ങളിൽ, നാളെ മറ്റന്നാൾ. അപ്പൊ അതില് മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും കോൺഷ്യസ് ആവണ്ട. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ട്രേഡിംഗ് എക്സിക്യൂഷനിൽ അല്ലെങ്കിൽ അതിന്റെ ഫ്ലുവൻസിയിലാണ്. ഓക്കെ ബൈ. അപ്പൊ നമുക്ക് അടുത്ത ബുധനാഴ്ച അടുത്ത സെക്ഷനിൽ കാണാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് സോൾവ് ചെയ്യാം. സാർ, ഈ ബ്രിട്ടാനിയ എന്ന് പറയുന്ന കമ്പനി ഇന്ന് എടുക്കാൻ പറ്റിയതായിരുന്നു, ഒന്ന് ചെക്ക് ചെയ്യാമോ? ബ്രിട്ടാനിയ, ഹലോ നോക്കട്ടെ. സാർ ഒറ്റ മിനിറ്റ് സാർ, ഈ ബ്രിട്ടാനിയ എന്ന് പറയുന്ന കമ്പനി ഇന്ന് എടുക്കാൻ പറ്റിയതായിരുന്നു, ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ? നോക്കട്ടെ കേട്ടോ, നോക്കുന്നുണ്ട്. ഇവിടെ നെറ്റ് ഭയങ്കരമായിട്ട് ഹാങ് ആയി കാണും. ബ്രിട്ടാനിയ, സോറി, ഇവിടെ നെറ്റ് വളരെ സ്ലോവിലാണ്. ട്രേഡിംഗ് വ്യൂ ലോഡ് ആവുന്നില്ല. ബ്രിട്ടാനിയ കുഴപ്പമില്ല, ഒരു മറബസു ക്യാൻഡിലാണ്. അത് നിങ്ങൾ അളന്ന് തന്നെ നോക്കുക, ബോഡി എത്ര ഉണ്ടെന്ന് നോക്കുക, വിക്ക് അതിനനുസരിച്ച് എത്ര ഉണ്ടെന്ന് നോക്കുക, അല്ലെ? അപ്പൊ ഏകദേശം ഒരു 5000-ഓളം രൂപ വിലയുള്ള സ്റ്റോക്കാണ്. അപ്പൊ ബോഡി എത്ര ഉണ്ടെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ബോഡി ഒരു 100 രൂപ ഉണ്ടെങ്കിൽ വിക്ക് 20 രൂപയേക്കാളും താഴെയാണെന്ന് ഉറപ്പ് വരുത്താം. ഇവിടെ നെറ്റ് വളരെ സ്ലോ ആണ്, നിങ്ങൾ തന്നെ അളന്ന് നോക്കുക. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെഷർ ചെയ്ത് നോക്കാം. സാധാരണ നിലയ്ക്ക് ഒറ്റ ലുക്കിൽ തന്നെ കാണാമല്ലോ ബോഡിയുടെ 5-1 വിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഹലോ, ഇവിടെ നെറ്റ് കുറച്ച് സ്ലോ ആയിട്ടേ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ട വന്നു. ഓക്കെ, അപ്പൊ ബ്രിട്ടാനിയയുടെ കേസ് എനിക്ക് നോക്കിയിട്ട് കൃത്യമായിട്ട് അളന്നു നോക്കാൻ പറ്റിയില്ല. ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് അളന്നു നോക്കാം, ബോഡി ടു വിക്ക് പ്രൊപ്പോർഷൻ ട്ടാ. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? റെക്കോർഡിംഗ് ഞാൻ ഇട്ടേക്കാം ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഷുവർ റെക്കോർഡിംഗ് ഉടനെ തന്നെ ഇട്ടേക്കാം കേട്ടോ.
ഓക്കെ ബൈ.